ഈ രാത്രിയിലെ ദൈവവചന പ്രഭാഷണത്തിന് ഉപോത്ബലകമായിട്ട് വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാമത് അധ്യായം അതിൻ്റെ 8-ാമത് വചനം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് വായിക്കണം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ തുറക്കാം. എൻ്റെ പ്രസംഗത്തിൻ്റെ ആധാരവാക്യം ഒരുമിച്ച് വായിക്കുന്നതാണ് എനിക്ക് ഏറെ താല്പര്യം. അതുകൊണ്ട് വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ തുറക്കാം. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം എടുക്കാം. 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം ഞാൻ വായിക്കുമ്പോൾ ആവുന്നത്ര ശബ്ദം ഉയർത്തി എന്നോട് ചേർന്ന് വായിക്കണം. നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അനന്തരം ആ വാക്യത്തിൽ നിന്ന് രാത്രി ഒരുമിച്ച് ധ്യാനിക്കണം. ഞാൻ ആ വാക്യം വായിക്കുന്നു. തിമോഥെയോസ് 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത് വചനം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒന്നുകൂടെ ശബ്ദമുയർത്തി ഉച്ചത്തിലെ വാക്യം ഒന്ന് വായിക്കാം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. നല്ല വചനത്തിനായിട്ട് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കണ്ണുകളെല്ലാം ദൈവമുൻപാകെ അടച്ച് നമ്മുടെ ഹൃദയം വെള്ളം പോലെ ദൈവത്തിൻ്റെ മുൻപാകെ പകർന്ന് ഈ വചനത്തിലൂടെയുള്ള ഇടപെടലുകൾക്കായി ഒരു നിമിഷം നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രമെന്ന പദം പ്രയോഗിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ആരും ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ്റെ കീഴിലില്ലെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ന്യായമായ ശബ്ദത്തിൽ സ്തോത്രമെന്ന പദം പ്രയോഗിക്കുവാൻ പ്രാപ്തി ലഭിച്ച എല്ലാ ദൈവമക്കളും അല്പനിമിഷം നാവുകൾ തുറന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞിട്ട് നിർത്താനല്ല, നാം പറയുന്ന ഒരു സ്തോത്രം വരാനുള്ള സ്തോത്രത്തിൻ്റെ ആരംഭമാകട്ടെ. ജ്ഞാനിയായ ശലോമോൻ 1000 ഹോമയാഗങ്ങൾ ദൈവത്തിന് കഴിച്ചപ്പോൾ ദൈവം ശലോമോൻ്റെ അരികിൽ ഇറങ്ങി വന്ന് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? പുതിയ നിയമത്തിൽ സ്തോത്രമെന്നത് യാഗമാണ്. സ്തോത്രമെന്ന അതരഫല യാഗമർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമ്പോൾ ശലോമോൻ്റെ അരികിൽ ഇറങ്ങി വന്ന ദൈവം നമ്മുടെ അരികിൽ ഇറങ്ങി വന്ന് ചോദിക്കും, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നിൻ്റെയും എൻ്റെയും ആവശ്യം എന്താണെന്ന് ചോദിക്കാൻ പ്രപഞ്ചനാഥനായ ദൈവത്തെ നമ്മുടെ അരികിലേക്ക് ഇറക്കുന്ന പരമയാഗമാണ് സ്തോത്രമെങ്കിൽ അല്പനിമിഷം നാവുകൾ തുറന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഒരുമിച്ച് നമുക്ക് അല്പനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങളുടെ നല്ല കർത്താവേ, വായിച്ച തിരുവെഴുത്തിനെ അവിടുത്തെ കരത്തിൽ തരുന്നു. ഈ രാത്രി വചനത്തെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവന്റെ അപ്പമായിട്ട് ഞങ്ങൾക്ക് നൽകി തരണമേ. ഈ തിരുവെഴുത്തിൽ നിന്നും സംസാരിപ്പാൻ അടിയന്റെ നാവിൽ ലാവണ്യവും ദൈവകൃപയും പകരണമേ. ജനത്തോട് ഇടപെടണമേ, ദേശത്തോട് സംസാരിക്കണമേ. ഈ രാത്രിയിലെ സന്ദേശം ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ചിലരുടെ ഹൃദയം അങ്ങേക്കായി തുറക്കപ്പെടുവാൻ, ചിലരുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ അങ്ങേ രക്ഷകനായി പ്രതിഷ്ഠിക്കുവാൻ, ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൻ്റെ താളിൽ കുറിക്കപ്പെടുവാൻ ഈ രാത്രിയിലെ സന്ദേശത്തിൻ്റെ പിമ്പിൽ അങ്ങയുടെ കരം ചലിക്കണം. അവിടുത്തെ ദിവ്യാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണം. സുവിശേഷത്തിൻ്റെ പ്രകാശനങ്ങൾക്ക് വിരോധമായി ഉയരുന്ന സകല ഉരുളിൻ്റെ മണ്ഡലങ്ങളെയും അങ്ങ് അമർച്ച ചെയ്ത് ഈ അന്തരീക്ഷത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കണം. യേശു മൂലം അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. നമ്മുടെ കരവ് ശബ്ദം ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ ഉച്ചത്തിലൊന്ന് മഹത്വപ്പെടുത്താമല്ലോ. പ്രാർത്ഥനയോടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഈ രാത്രിയിലെ ദൈവവചന പ്രഭാഷണത്തിന് പോൽപലകമായിട്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച വേദഭാഗങ്ങൾ
നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമാണെന്ന് കരുതുന്നു. കർത്താവിൻ്റെ വേലക്കാർക്ക് ഈ വേദഭാഗമേറെ സുപരിചിതമാണ്. ഈ വാക്യം എന്നെ സംബന്ധിച്ചൊരു പുതിയ വാക്യമല്ല. ഇതിലെ പ്രഭാഷണവും പുതിയ പ്രഭാഷണമല്ല. സുവിശേഷ പ്രഭാഷണത്തിന് എനിക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ സാധാരണ ഞാൻ കൈകാര്യം ചെയ്യാറുള്ള ഒരു വചനമാണ് ഈ രാത്രിയിൽ ആത്മനിയോഗത്തോടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഈ വായിച്ച ഗംഭീരമായ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് തീർച്ചയായിട്ടും ഞാൻ വരും. അതിനു മുൻപ് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തെക്കുറിച്ച് ആമുഖമായ ഒരു കാര്യം മാത്രം ഒന്ന് പറയാം. ഇതുവരെ ഈ ലേഖനം വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ കേൾവിക്കാരായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ യോഗാനന്തരം നിങ്ങൾ വീട്ടിൽ ചെന്ന് സമയം കണ്ടെത്തി ഈ ലേഖനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ്. കാരണം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി അവൻ്റെ മക്കളായ നമ്മെ ഒട്ടനവധി പ്രത്യാശയിൽ ഒരുക്കി നിർത്തുന്ന പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ, വിശേഷാലുള്ള കൽപ്പനകൾ ദൈവാത്മാവ് ധാരാളമായി നിറച്ചു വെച്ചിരിക്കുന്ന ഈടുറ്റ ലേഖനമാണ് തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം. മഹാനായ പൗലോസ് ഏതാണ്ട് 14 ലേഖനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തെ പരിഗണിക്കുന്നത്. അതിൻ്റെ പിമ്പിലെ കാരണം മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്തൊരു പ്രധാന വിഷയം തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അത് തൻ്റെ സ്വത്തിനെക്കുറിച്ചല്ല, താൻ സമ്പാദിച്ച ബിരുദങ്ങളുടെ കൂമ്പാരങ്ങളെക്കുറിച്ചല്ല, അത് തൻ്റെ മരണത്തെക്കുറിച്ചാണ്. അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്. അപ്പോൾ മറ്റ് ലേഖനങ്ങളിൽ നിന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ തൻ്റെ മരണത്തെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രതിപാദിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തെ പരിഗണിക്കുന്നത്. 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ പൊതുപ്രഭാഷണത്തിന് ആധാരമായിട്ട് നമ്മൾ ഒന്നിച്ച് വായിച്ചത്. അപ്പോൾ ഈ 2-ാം ലേഖനം 2-ാം അധ്യായം സമഗ്രമായ ഒരു വിചിന്തനത്തിന്, ധ്യാനത്തിന് നാം വിധേയമാക്കിയാൽ ഗൗരവമേറിയ 3 പഠന പ്രസംഗ വിഷയങ്ങൾ ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് തെളിച്ചു പറഞ്ഞാൽ കാമ്പുള്ള, കഴമ്പുള്ള, അർത്ഥമുള്ള, ആഴമുള്ള 3 ഗൗരവമേറിയ പഠന പ്രസംഗ വിഷയങ്ങളാൽ പൂത്തുലഞ്ഞ് സമ്പൽ സമർത്ഥമായി നിൽക്കുന്ന ഒരു അധ്യായമാണ് 2-ാമത്തെ അധ്യായം. ഈ 2-ാം അധ്യായത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഗൗരവമേറിയ 3 വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും വിസ്താരത്തിൻ്റെ ഭയവും സമയത്തിൻ്റെ പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് ആ 3 വിഷയം നിങ്ങളെ ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തി 3-ൽ 2 വിട്ടുകളഞ്ഞിട്ട് ഒരു വിഷയം നിങ്ങളുമായി ഒരുമിച്ച് ചർച്ച ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന ഗൗരവമേറിയ 3 വിഷയങ്ങളിൽ ഒന്ന്, നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത 3 കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഈ അധ്യായത്തിലെ 2-ാമത്തെ വിഷയം വിശ്വാസികളായ നമുക്ക് ലഭ്യമായ 7 സ്ഥാനങ്ങളും ആ 7 സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നാം നിർവഹിക്കേണ്ടിയ 7 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഈ അധ്യായത്തിലെ 3-ാമത്തെ വിഷയം ഗൗരവമാണ്, ഗംഭീരമാണ്. സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന ഗൗരവമേറിയ 3 വിഷയങ്ങളിൽ 2 ഞാൻ തൽക്കാലം വിട്ടുകളഞ്ഞ് വെട്ടിച്ചുരുക്കി 3-ാമത്തെ വിഷയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ്. അപ്പോൾ ഈ യോഗങ്ങളുടെ സമാപന സന്ധിയിൽ എൻ്റെ പ്രഭാഷണത്തിന് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഞാനൊരു തലക്കെട്ട് കൊടുക്കുന്നു: സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ്. ഇന്ന് രാത്രി സംഘാടകര് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ബെത്തപ്പാടുകൾ ഏറെ സഹിച്ച് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ക്രമീകരിച്ചത് മറ്റൊന്നും പറയാനല്ല, സകല ജനത്തിനും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം ഈ നാടിനോട് വിളംബരം ചെയ്യാനാണ്. 5 മണിക്കൂർ വാഹനമോടിച്ചേറെ ബെത്തപ്പാടുകൾ സഹിച്ച് ഇന്ന് നന്നാ പ്രഭാതത്തിൽ ഞാനിവിടെ എത്തിച്ചേർന്ന് ബെത്തപ്പാടുകളുടെ നടുവിൽ ഈ പുൾപിറ്റിൽ മൈക്കുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് മറ്റൊന്നും പറയാനല്ല, മറ്റൊന്നിനെ കുറിച്ചും പറയാനല്ല, സകല ജനത്തിനും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷം ഈ നാടിനോട് വിളംബരം ചെയ്യാനാണ്. എളിയവരിൽ എളിയവനായ ഒരു സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിൽ
എനിക്ക് പ്രസംഗിക്കാൻ കിട്ടുന്ന വേദികൾ ഏത് തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, അത് കവലയാണെങ്കിലും കല്യാണ വീടാണെങ്കിലും മരണ വീടാണെങ്കിലും കൺവെൻഷൻ ആണെങ്കിലും, എൻ്റെ പ്രഭാഷണത്തിൻ്റെ സിംഹഭാഗ സമയവും സുവിശേഷം മാത്രം കൈകാര്യം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന എളിയവനിൽ ഏറ്റവും എളിയവനായ ഒരു സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളോട്, സർവോപരി നാടിനോട് ഞാൻ വിളംബരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രമേയം അതുതന്നെയാണ്. സുവിശേഷം എന്താണ്? സുവിശേഷം എന്തെല്ലാമാണ്? എന്താണ് സഹൃദയരേ സുവിശേഷം? വായിച്ച വാക്യത്തിൽ എത്ര സുന്ദരമായിട്ടാണ് സുവിശേഷത്തെ പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത്, അവതരിപ്പിച്ചിരിക്കുന്നത്. പാവനമാകുന്ന പവിത്ര സുവിശേഷത്തെ ഇത്ര ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യം ഇതല്ലാതെ ബൈബിളിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. എത്ര സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. എത്ര തവണ ഈ വാക്യം വായിച്ചെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏതെല്ലാം ദേശങ്ങളിൽ, ഏതെല്ലാം ഇടങ്ങളിൽ ഈ വാക്യത്തെ ആസ്പദീകരിച്ച് പ്രസംഗിച്ചെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണ വേദികളിൽ ഞാൻ ഏറ്റവും അധികം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വചനം ഇതായിരിക്കാം. എൻ്റെ വേദപുസ്തക ധ്യാനങ്ങളിൽ ഞാൻ ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ഒരു വചനം ഇതായിരിക്കാം. എൻ്റെ പ്രിയരേ, 100 വട്ടം ആവർത്തിച്ച് ഈ വേദഭാഗം വായിച്ചപ്പോൾ ഈ വാക്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് സുവിശേഷം. ശ്രദ്ധിച്ചേ, എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത്, ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, സുവിശേഷം എന്ന് പറയുന്നത് ഇതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറച്ച് സാഹിത്യപദങ്ങളുടെ കുത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ദുർബലമായ മൂന്നാശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പ്രസംഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു മതപ്രസംഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു മതപ്രഭാഷണമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഇവിടെ ആവിർഭവിച്ച ഒരുപിടി മതങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുവാൻ ഞങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപരിവർത്തനമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതപരിവർത്തനമല്ല. പിന്നെന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ ഒരേ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, വിമോചകനും നിസ്തുല്യനുമാകുന്ന യേശു ക്രിസ്തുവാണ്. കരങ്ങൾ ഉയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു മതത്തിന്റെ ആശയമല്ല. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചല്ല. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് കാമ്പില്ലാത്ത, കടമ്പില്ലാത്ത, അർത്ഥമില്ലാത്ത ഒരുപിടി ദുർബലമായ ചരിത്രത്തെ കുറിച്ചല്ല. ഇന്ന് രാത്രി മണ്ണ് തൊട്ട് മാനം മുട്ടി നിൽക്കുന്ന ആവേശത്തോടെ ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്നത് സകല സൃഷ്ടിക്കും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ പവിത്ര സുവിശേഷമാണ്. ഒന്നുകൂടെ ആ പദം പറയാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. എന്താ സഹൃദയരേ സുവിശേഷം? ഇതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവല്ല, പദസമ്പത്തുകളുടെ കുത്തൊഴുക്കല്ല, ബലഹീനമായ നാലാശയമല്ല, കേവലം ഒരു മതപ്രസംഗമല്ല, കേവലം ഒരു മതപ്രഭാഷണമല്ല, ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലല്ല. ഇവിടെ ആവിർഭവിച്ച മതങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഇടപാടല്ല, മതപരിവർത്തനമല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല. പിന്നെ സുവിശേഷം എന്താണ്? സുവിശേഷം ഒരു വ്യക്തിയാണ്. ആ വ്യക്തി സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന സഹൃദയരേ, സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ സുവിശേഷത്തിന്റെ സത്താവിശേഷമായി ഉൾക്കാമ്പായി പൗലോസ് ഈ വാക്യത്തിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുക. അതെന്തൊക്കെയാ? 1, ക്രിസ്തുവിന്റെ ജനനം. 2, ക്രിസ്തുവിന്റെ മരണം. 3, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് പൗലോസ് പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യം സുവിശേഷത്തിന്റെ ഉൾക്കാമ്പായി പൗലോസ് ഈ വാക്യത്തിൽ വാനോളം ഉയർത്തുന്നു. എന്തൊക്കെയാ? 1, അവിടുത്തെ ജനനം. 2, അവിടുത്തെ മരണം. 3, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്. 3 ഹല്ലേലൂയ പറയേണ്ട നേരമില്ലാത്തതുകൊണ്ട് കൈപൊക്കി ഒരെണ്ണം പറഞ്ഞാൽ മതി ഉച്ചത്തിൽ. മതി, ഞാൻ കൃതാർത്ഥനായി.
അപ്പോൾ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം പ്രസംഗിക്കുന്ന ഇടത്തും സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. അവിടുത്തെ ജനനവും അവിടുത്തെ മരണവും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പും ഒന്നിച്ച് വിളംബരം ചെയ്യുന്ന ഇടത്താണ് സുവിശേഷം പൂർണ്ണമാകുന്നത്, സുവിശേഷം പരിപൂർണമാകുന്നത്. അങ്ങനെയെങ്കിൽ സുവിശേഷം എന്ന വേദപുസ്തകത്തിലെ ഏറ്റവും ഗംഭീരമായ വിഷയത്തിൽ നിന്നുകൊണ്ട് 3 കാര്യമാണ് നിങ്ങളോട്, ഈ നാടിനോട് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. 1, യേശുക്രിസ്തുവിന്റെ ജനനം. 2, യേശുക്രിസ്തുവിന്റെ മരണം. 3, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് 3 പറയുമ്പോൾ നിത്യതയുടെ പ്രത്യാശയുള്ള ഒരുപറ്റം ദൈവമക്കൾ ഈ പന്തലിന്റെ കീഴിൽ എന്നെ ശ്രദ്ധിക്കുന്നുകൊണ്ട് 4മതൊരു കാര്യം പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല: യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. അപ്പൊ സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് 4 കാര്യമാണ് ഒരുമിച്ച് നാം ധ്യാനിക്കാൻ പോകുന്നത്. അവിടുത്തെ ജനനം, അവിടുത്തെ മരണം, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, അവിടുത്തെ മടങ്ങിവരവ്. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാ. എന്താണ് സഹോദരരെ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? പറയാം. എന്താണ് അവിടുത്തെ മരണത്തിന്റെ പ്രത്യേകത? പറയാമല്ലോ. എന്താണ് അവിടുത്തെ ഉയർപ്പിന്റെ പ്രത്യേകത? അതും പറയാം. എന്തിനാണ് അനധിവിദൂര ഭാവിയിൽ യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുന്നത്? അതും പറയാം. അത്രയും കാര്യങ്ങൾ ഞാൻ എപ്പോൾ പറഞ്ഞു തീർക്കുമോ അപ്പോൾ എൻ്റെ സന്ദേശം തീരും. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. സന്തോഷമുണ്ടോ? എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? ഞാൻ വിശദീകരിക്കാം. പക്ഷെ വിശദീകരിക്കുന്നതിന് മുമ്പ് ആവേശം കൊണ്ട് ആമുഖമായ ഒരു കാര്യം അങ്ങ് പറയാം. യേശുക്രിസ്തുവിനെ പോലെ ജനിച്ച ആരും ഈ ലോകത്തിലില്ല. യേശുക്രിസ്തുവിനെ പോലെ ജനിക്കാൻ ഇനി ആരും ഈ പ്രപഞ്ച ചരിത്രത്തിൽ അവശേഷിക്കുന്നില്ല. കാലം തെറ്റി ജനിച്ചവനല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. കണക്ക് തെറ്റി ജനിച്ചവനല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. 2 പേരുടെ സംയോജനത്തിൽ അബദ്ധം പറ്റി ഭൂമിയിൽ പിറന്ന ഒരു പാഴ് ജന്മമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. പിന്നെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അവതരിച്ചവനാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. പറ്റുമെങ്കിൽ കരമടിച്ച് ആത്മാവിൽ നിന്ന് ബലപ്പെട്ടു ഒരുപടി മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ, ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. നാമൊക്കെ ജനിച്ച ശേഷമുള്ളവരാ. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ, പിമ്പിലിരിക്കുന്ന പ്രിയർ, പ്രസംഗിക്കുന്ന ഞാന്, നമ്മളെല്ലാം ജനിച്ച ശേഷമുള്ളവരാ. ആശയം കൊണ്ടും അധികാരം കൊണ്ടും ആയുധം കൊണ്ടും പ്രപഞ്ചത്തെ ഇളക്കി മറിച്ച മഹാന്മാരും മഹാസാമ്രാട്ടുക്കളും മഹാഗുരുക്കന്മാരും മഹാരഥന്മാരും ഒക്കെ ജനിച്ച ശേഷമുള്ളവരാ. എന്നാൽ ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവൻ ഒരേ ഒരുവൻ, അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അവനെ ആൽഫ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അവനെ ഒമേഗ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അവനെ ആദ്യൻ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അവനെ അന്ത്യൻ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അവനെ സർവശക്തൻ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അവനെ സർവ്വവ്യാപി എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അവനെ ഏക മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് അവനെ ഏക രക്ഷകൻ എന്ന് വിളിക്കുന്നത്. അതെ, ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന വിമോചകനാകുന്ന ക്രിസ്തു. എന്താണ് അവിടുത്തെ മരണത്തിന്റെ പ്രത്യേകത? വിശദീകരിക്കാമേ. ആമുഖമായ ഒരു കാര്യം വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാം. യേശുവിനെ പോലെ മരിച്ച ആരും ഈ ലോകത്തിലില്ല. നമ്മുടെ കർത്താവിനെ പോലെ മരിക്കാൻ ഇനി ഒരുവനും ഈ ലോകത്തിൽ അവശേഷിക്കുന്നില്ല. പല നിലകളിൽ മരിച്ചവരുണ്ട് കേട്ടോ. അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട്, ആചാരങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട്, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട്, സമുദായത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി മരിച്ചവരുണ്ട്, രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചവരുണ്ട്, സ്വന്തം കാവൽ ഭടന്മാരുടെ തീതുപ്പന്ന യന്ത്രത്തോക്കിൽക്കിരയായി പിടഞ്ഞു മരിച്ചവരുണ്ട്. അവരുടെ ആരുടെയും മരണത്തെ വിമർശിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല, പുച്ഛിക്കുന്നില്ല, ആദരവോടെ ബഹുമാനത്തോടെ നോക്കി വീക്ഷിക്കുകയാ. എന്നാൽ അവരാരും മരിച്ച പോലെയല്ല ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മരിച്ചത്. അവരുടെ മരണത്തിലൂടെ ഉണ്ടായ നേട്ടമല്ല, യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ മുഴു ലോകത്തിനും ഉണ്ടായത്. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്താണ് അവിടുത്തെ ഉയർപ്പിൻ്റെ പ്രത്യേകത? വിശദീകരിക്കാം. അതിന് മുൻപ് ആമുഖമായ ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട്,
എന്താ ഉയർപ്പിൻ്റെ പ്രത്യേകത? എൻ്റെ പ്രിയരെ, മരിച്ച ശേഷം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരേ ഒരാളേ ഉള്ളൂ. ആ ആള് സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവനെയാണ് ഇന്ന് രാത്രി നാം ഉയർത്തുന്നത്. അവനാണ് നസറയനാകുന്ന യേശുക്രിസ്തു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞ്. മനുകുലത്തിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചുവെങ്കിലും കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും മരണം കൊണ്ട് അസ്തമിക്കാതെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റും ജീവിക്കുന്ന ഒരേ ഒരുവൻ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. ലോകത്തെ സ്വാധീനിച്ച സകല മഹാന്മാരും മരണം കൊണ്ട് അസ്തമിച്ചില്ലേ? അവരൊക്കെ മരണം കൊണ്ട് അസ്തമിച്ചു എന്നതിൻ്റെ തെളിവായി പ്രപഞ്ചത്തിന്റെ നാനാഭാഗങ്ങളിൽ അവരുടെ കല്ലറകൾ ഇന്ന് രാത്രി നിശബ്ദമായി പായൽ മൂടി അടഞ്ഞു കിടക്കുമ്പോൾ ഉലക ചരിത്രത്തിൽ തുറക്കപ്പെട്ട ഒറ്റ കല്ലറയുള്ളൂ. ആ കല്ലറ എവിടെയാ? യെരുശലേമിന്റെ പടിഞ്ഞാറ് ചെരുവിലെ വളർന്ന മാർവിടത്തിലെ കല്ലറയുണ്ട്. ആ കല്ലറയുടെ വാതിൽക്കൽ ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജനന തീയതിയല്ല, അവിടുത്തെ മരണ തീയതിയല്ല. അവന്റെ തുറന്ന കല്ലറയുടെ വാതിൽക്കൽ എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് അവനിവിടെയില്ല. എങ്ങോ പോയി ഒളിച്ചിരിക്കുകയാണെന്നല്ല, ആരോ എടുത്തുകൊണ്ടുപോയെന്നല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്റെ പ്രിയരെ, മരണം കൊണ്ട് അസ്തമിച്ചു പോയ, ശവപ്പെട്ടി കൊണ്ട് അസ്തമിച്ചു പോയ, 6 അടി മണ്ണ് കൊണ്ട് നീറി എന്നേക്കുമായി ഒടുങ്ങിപ്പോയ ഒരു ബലഹീനതയല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രി നാം ഉയർത്തുന്നത് മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനെയാണ്. ആദ്യം നമ്മൾ ധ്യാനിക്കുന്നത് അവിടുത്തെ ജനനത്തെക്കുറിച്ച്. എന്താണ് അവിടുത്തെ ജനനത്തിന്റെ പ്രത്യേകത? യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. 1, 2 എന്ന ക്രമത്തിൽ. 1, എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? 2, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? യേശുക്രിസ്തുവിന്റെ ജനനം എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ എനിക്കകത്ത് നിന്ന് അതിനകത്ത് നിന്ന് പറയാനുള്ള 2 പ്രധാന കാരണമാണ്. 1, എന്തിന് യേശു ജനിച്ചു? 2, എങ്ങനെ യേശു ജനിച്ചു? ഈ 2 കാര്യം ഞാൻ പറഞ്ഞില്ലാത്ത പക്ഷം അവന്റെ ജനനമെന്ന വിഷയം എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റുകയില്ല. സഹൃദയരെ, എന്തിനാണ് യേശു ജനിച്ചത് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് യേശു ജനിച്ചത്? ഈ 2 ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൽ നിന്നോ സയൻസിൽ നിന്നോ അല്ല. എൻ്റെ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനുമൊക്കെ ആധാരമായ പവിത്ര വാക്യസംഹിതയാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറെ ശ്രദ്ധേയമായ 2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. വായിപ്പിക്കുന്നില്ല, പരിചയപ്പെടുത്താം. ആ 2 വേദഭാഗങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ്. മഹാദൈവമായ ക്രിസ്തു 2000 ആണ്ടുകൾക്കപ്പുറം മഹത്വമെല്ലാം ഉരിഞ്ഞു മാറ്റി മാനവാകാരം സ്വീകരിച്ച് മഹത്വം നിറഞ്ഞ വിണ്ണിനോട് വിട പറഞ്ഞ് പാപം നിറഞ്ഞ ഈ മണ്ണിൽ മനുഷ്യനായി എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന 2 വാക്യം. ഒന്ന് ശ്രദ്ധിച്ചേ. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോഴേ വായിക്കണ്ട, എന്നെ നോക്കിയാൽ മതി. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവിടുത്തെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ച മറിയോടും ജോസഫിനോടും ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടല്ലേ. യേശുവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയുടെ അരികിൽ ഒരിക്കൽ സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുക, മറിയോട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്രതീക്ഷിതമായി വന്ദനസ്വരം കേട്ട് ഞെട്ടിത്തരിച്ച മറിയ തിരിഞ്ഞു നിന്നപ്പോൾ കണ്ടത് തേജോമയനായ ദൈവത്തിൻ്റെ തേജോമയനായ ദൂതനെയാണ്. ദൂതനെ കണ്ട് ദൂതന്റെ വന്ദനസ്വരം കേട്ട് മറിയ ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ വന്ദനസ്വരത്തിന്റെ അകമ്പടിയിൽ മഹാദൈവത്തിന്റെ ദൂതൻ മറിയയ്ക്കൊരു ദൂത് കൊടുക്കുക. ആ ദൂതെന്താ? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കാൻ പോകുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കല്യാണം കഴിച്ചിട്ടില്ലാത്ത ജോസഫ് എന്ന പ്രതിശുദ്ധ വരന് വിവാഹം നിശ്ചയിച്ച് വിവാഹത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കാത്തിരിക്കുന്ന മറിയയ്ക്ക് മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക, അല്ലയോ മറിയേ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോവുകയാണ്.
ആമേൻ. നീ ഗർഭം ധരിക്കുന്നത് എങ്ങനെയാ? പുരുഷന്റെ അറിവോടെയല്ല, മനുഷ്യന്റെ അറിവോടെയല്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. അങ്ങനെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോകുകയാ. ആ മകൻ ആരാണെന്നറിയാമോ? ആ മകൻ തത്വചിന്തകനല്ല, ആ മകൻ സാഹിത്യകാരനല്ല, ആ മകൻ ഗ്രന്ഥകാരനല്ല, ആ മകൻ സത്യാന്വേഷകനല്ല, ആ മകൻ തീർത്ഥാടകനല്ല. ആ മകൻ ആരാ? ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ. ആ മകൻ ആരാ? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേർ വിളിക്കണം. കൈ ഉയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറിയോട് ദൈവത്തിന്റെ ദൂതൻ പറയുക, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആ മകൻ ആരാ? സർവജനത്തെയും അവരുടെ പാപങ്ങളിൽ നിന്നും ശാശ്വതമായി രക്ഷിപ്പാനിരിക്കൊണ്ട് രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന് നീ അവന് പേർ വിളിക്കണം. മറ്റൊരു വചനം കൂടെ പറയാലോ. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും, ബാക്കി ഉറക്കെ ഒന്ന് പറയാമോ? എല്ലാ മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. എൻ്റെ പ്രഭാഷണ വേദികളിൽ എന്നെ ഏറ്റവും അധികം ആത്മാവിൽ ആവേശം കൊള്ളിച്ച, കുളിരണിയിപ്പിച്ചൊരു വാക്യമാണ്. പറ്റുമെങ്കിൽ എന്നോട് ചേർന്ന് ആ വാക്യം എന്ന് പറയാമോ? സകല മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും, ബാക്കി സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എൻ്റെ പ്രിയരേ, ഈ രണ്ട് വേദഭാഗങ്ങൾ ചേർത്ത് വെച്ച് അപഗ്രഥിച്ചപ്പോൾ യേശു മഹത്വമുരിഞ്ഞു മനുഷ്യനായി ഈ മണ്ണിൽ അവതരിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. ഈ രണ്ട് വാക്യത്തിലെ അന്വേഷണത്തിലൂടെ ഉത്തരം ഞാൻ പറയാം. എന്തിനാണ് യേശു ലോകത്തിൽ ജനിച്ചത്? യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത് രണ്ട് കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. ഞാൻ പറഞ്ഞ പൊടി കിട്ടിയില്ലേ? യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാ? മതം സ്ഥാപിക്കാനല്ല, രാഷ്ട്രം സ്ഥാപിക്കാനല്ല, പ്രസ്ഥാനം പടുത്തുയർത്താനല്ല, വിപ്ലവകരമായ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനല്ല. യേശുക്രിസ്തു ലോകത്തിൽ 2024 ആണ്ടുകൾക്കപ്പുറം ഒരു മനുഷ്യനായി അവതരിച്ചത് രണ്ട് കാര്യത്തിന്. ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. കരമുയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്താനും മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനും ഈ പാപലോകത്തിൽ അവതരിച്ച ഏക അവതാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണെങ്കിൽ ആ സുവിശേഷത്തിന്റെ സാരസംഗ്രഹം ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ദൈവത്തെ വെളിപ്പെടുത്താനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. ആരെ വെളിപ്പെടുത്താൻ? ഉറക്കെ പറഞ്ഞേ. ഏത് ദൈവത്തെ? സത്യദൈവത്തെ. ഏത് ദൈവത്തെ? സദ്ഗുണ സമ്പൂർണനായ ദൈവത്തെ. ഏത് ദൈവത്തെ? സനാതനനാകുന്ന ദൈവത്തെ. ഏത് ദൈവത്തെ? ഏക മധ്യസ്ഥനായ ദൈവത്തെ. ഏത് ദൈവത്തെ? ഏക രക്ഷകനായ ദൈവത്തെ. ഏത് ദൈവത്തെ? ആരാധ്യനായ ദൈവത്തെ. ഏത് ദൈവത്തെ? ഏക സത്യവാനായ ദൈവത്തെ വെളിപ്പെടുത്താനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. അതുകൊണ്ടാണ് പണ്ട് പാലസ്തീനിൽ നിന്നുകൊണ്ട് മാറത്ത് തട്ടി കർത്താവ് ലോകത്തോട് പ്രഖ്യാപിച്ചവേ, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കലേക്ക് ആർക്കും പ്രവേശനം. എന്നാ ഈ വിളംബരത്തിൻ്റെ ആശയം? മാറത്ത് തട്ടി പാലസ്തീനിൽ നിന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഉജ്ജ്വലമായ ഈ വിളംബര പ്രഖ്യാപനത്തിന്റെ ആശയം എന്താ? സകൃതിയേറിയ നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവത്തെ കാണണോ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. യേശു ക്രിസ്തുവാകുന്ന ഞാൻ മാത്രമാണ്. എന്നിലൂടെയല്ലാതെ ദൈവത്തിങ്കിലേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കണോ? ഒരേ ഒരു വഴി യേശു ക്രിസ്തുവാകുന്ന ഞാൻ മാത്രമാണ്. ഈ പന്തലിലും ശബ്ദസീമയുടെ ശ്രവണ പരിധിയിൽ പുറത്തും എന്നെ ശ്രമിക്കുന്ന വാത്സല്യമിത്രമേ, ദൈവത്തെ കാണണോ? ഒരു വഴിയുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കണോ? ഒരു വഴിയുണ്ട്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്.
യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ അറിഞ്ഞവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് പ്രവേശിച്ചവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തെ അറിയാൻ ഏക വഴി യേശുക്രിസ്തുവാണ്. ദൈവത്തെ കാണാൻ ഏക വഴി യേശുക്രിസ്തുവാണ്. മനുഷ്യൻ ദൈവത്തെ തേടി അലയുകയാണല്ലേ. പണ്ടെങ്ങാണ്ടൊരു വൈദികൻ എഴുതി പോലും, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു. അറിയത്തില്ലേ? കൺവെൻഷൻ പാടണ്ട, പറഞ്ഞാൽ മതി. സഭായോഗത്തിന് സാക്ഷിക്കൊന്നും പാടിക്കല്ലേ കേട്ടോ. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. വിജനമായ ഭൂമിയിൽ എങ്ങുമില്ല ആര്? ഈശ്വരൻ. കവീവര്യൻ ഈശ്വരനെ തേടി അലയുകയാണ്. വിജനമായ സ്ഥലം, മരുഭൂമികൾ, വനാന്തരങ്ങൾ, കടലുകൾ കടന്നല്ല അദ്ദേഹം ഈശ്വരനെ തേടി അലയുകയാണ്. എന്തിനാ? പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്ന, ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന, അന്വേഷണത്തിന് കണ്ടെത്തൽ കൊടുക്കുന്ന, യാത്രയ്ക്ക് പൂർത്തീകരണം കൊടുക്കുന്ന, ശാപത്തിന് മോക്ഷം കൊടുക്കുന്ന, പാപത്തിന് വിമോചനം കൊടുക്കുന്ന, നിത്യരക്ഷയും നിത്യജീവനും കൊടുക്കുന്ന ഒരു ദൈവത്തെ തേടി ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ അവനിവിടെ നാനാ കോണുകളും അലയുകയ. അലഞ്ഞിട്ട് പറയുകയാ, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന, എന്റെ ശാപത്തിന് മോക്ഷം തരുന്ന, എന്റെ ജീവിതത്തിന് സമാധാനം തരുന്ന, എന്റെ പാപത്തിന് മോചനം തരുന്ന ആ ഈശ്വരനെ അന്വേഷിച്ച ഇടത്തെങ്ങും ഞാൻ കണ്ടില്ല. രാത്രി ശബ്ദസീമയിൽ എന്നെ കേൾക്കുന്ന മിത്രമേ, പ്രശ്നത്തിന് പരിഹാരം തരുന്ന, ചോദ്യത്തിന് ഉത്തരം തരുന്ന, അന്വേഷണത്തിന് കണ്ടെത്തൽ തരുന്ന, ശാപത്തിന് മോക്ഷം തരുന്ന, പാപത്തിന് വിമോചനം തരുന്ന ഒരു സത്യദൈവത്തെ തേടി അവനിവിടെ പല കോണുകളിലും അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും സ്നേഹസമ്പന്നരും നിഷ്കളങ്കരുമായ സത്യാന്വേഷികൾ ദൂരത്തോ ചാരത്തോ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്, നിന്റെ പാപത്തിന്റെ മോചനത്തിന്, നിന്റെ ശാപത്തിന്റെ മോശത്തിന് നീ അവനിവിടെ നാനാ കോണുകളിലും ഒരു സത്യദൈവത്തെ തേടി അലഞ്ഞിട്ട് കണ്ടില്ലേ? ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി നിന്റെ ചോദ്യത്തിന് ഉത്തരം തരുന്ന, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന, നിന്റെ പാപത്തിന് മോക്ഷം തരുന്ന, നിന്റെ ശാപത്തിന് മോക്ഷം തരുന്ന ഒരു സത്യദൈവത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തു. ആ സത്യദൈവം ആരാണ്? സ്വത്രം പറഞ്ഞാട്ടെ. ആ സത്യദൈവം ആരാണ്? ആ സത്യദൈവം കേവലം മനുഷ്യനല്ല. ആ സത്യദൈവം കേവലം മൃഗമല്ല. ആ സത്യദൈവം കേവലം പറവയല്ല. ആ സത്യദൈവം കേവലം ഇടജാതിയല്ല. ആ സത്യദൈവം കേവലം ഒഴുകുന്നൊരു പുഴയല്ല. ആ സത്യദൈവം ഒരു കൂറ്റൻ പർവ്വതമല്ല. ആ സത്യദൈവം ഒരു വമ്പൻ വടവൃക്ഷമല്ല. ആ സത്യദൈവം സൂര്യചന്ദ്ര ഗോളാദിഗോളങ്ങളല്ല. ആ സത്യദൈവം അത്രേ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വിമോചകനും നിസ്തുല്യനും രക്ഷകനുമാകുന്ന യേശുക്രിസ്തു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനല്ലാതെ വിമോചകനാരുണ്ട്? കരമടിച്ചവനെയും ആരാധിച്ച് അവനല്ലാതെ ആരാധനാരുണ്ട്? അവനല്ലാതെ ഉദ്ധാരകനാരുണ്ട്? അവനല്ലാതെ മധ്യസ്ഥനാരുണ്ട്? അവനല്ലാതെ രക്ഷകനാരുണ്ട്? അവനല്ലാതെ കർത്താവാരുണ്ട്? അതുകൊണ്ട് മാന്യമിത്രമേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പ്രശ്ന പരിഹാരം നേടുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, സൗഖ്യവും സമാധാനവും പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപശാപമോക്ഷം പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിത്യരക്ഷയും നിത്യജീവനും പ്രാപിക്കുക. സർവോപരി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ സകല സമ്പൂർണതയും യേശുക്രിസ്തുവിൽ തിരിച്ചറിയുക. അവൻ കേവലം ഒരു മധ്യസ്ഥനല്ല, അവൻ കേവലം ഒരു പ്രവാചകനല്ല, അവൻ കേവലം ഒരു മനുഷ്യനല്ല, അവൻ കേവലം ഒരു ഐതിഹ്യമല്ല, അവൻ തത്വത്തിന്റെ മുദ്രയാണ്. അവൻ സകല സൃഷ്ടിക്കും ആദിജാതനാണ്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവനിലാണ് ദേഹരൂപമായി വസിക്കുന്നത്. അവനല്ലാതെ വിമോചകനാരുണ്ട്? കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാ. അവിടുന്ന് മനുഷ്യനായി ലോകത്തിൽ വന്നത് ഒന്ന് ദൈവത്തെ വെളിപ്പെടുത്തണം, രണ്ട് പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കണം. ദൈവത്തെ വെളിപ്പെടുത്താൻ അദ്ദേഹം മാറിൽ തട്ടി പറഞ്ഞു, എന്നെ കണ്ടാൽ അവിടുത്തെ കാണാൻ പറ്റും. പാപിയെ രക്ഷിപ്പാൻ എന്താണത് അവിടുന്ന് ഈ ലോകത്തിൽ വന്നത് ചെയ്തത്? പാപിയെ രക്ഷിപ്പാൻ അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പുസ്തകങ്ങൾ മാത്രം കൊടുത്തില്ല.
പാപിയെ രക്ഷിപ്പാൻ അവിടുന്ന് എന്താ ചെയ്തത്? പാപിയെ രക്ഷിപ്പാനും കൂടാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നതെങ്കിൽ പാപിയെ രക്ഷിപ്പാൻ അവിടുന്ന് എന്താ ചെയ്തത്? സകല മനുഷ്യകുലത്തിന്റെയും പാപം അവൻ ശിരസിലേറ്റെടുത്തു. സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ കാൽവറിയിൽ മരിച്ചു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് സ്നേഹിത, യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം അപകട മരണമല്ല. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം ആത്മഹത്യയല്ല. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം സ്വാഭാവിക മരണമല്ല. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം നിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി അവൻ അർപ്പിച്ച പരമയാഗമാണ്. ആ പരമയാഗം നിവൃത്തിയാകുന്നത് എപ്പോഴാ? അവന്റെ കാൽവറി ബലിമരണത്തിൽ വിശ്വസിച്ച് അവനായി ഇന്ന് രാത്രി ഹൃദയം തുറക്കുമ്പോൾ ആ യാഗം ഇന്ന് രാത്രി നിന്നിൽ സംഭവിക്കുക. നിന്റെ അനേകമാകുന്ന പാപങ്ങൾ ഇന്ന് രാത്രി മായ്ക്കപ്പെടുക. ബൈബിൾ പറയുന്നു, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണേലും ഹിമം പോലെ അതിനെ വെണ്മയാക്കാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പാപഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഉണ്ടോ? പാപത്തിന്റെ വല്ലാത്ത വിഴുപ്പ് ചുമ്മി തകർന്ന ആരെങ്കിലും ഉണ്ടോ? വലയ്ക്കുന്ന ജന്മകർമ്മ പാപത്തിന്റെ വിമോചനത്തിന് ഇന്നലകളിൽ സേവിച്ചതും ഭജിച്ചതും നമിച്ചതും പിഞ്ചെന്നതുമായ സകല വ്യക്തികളാലും മധ്യസ്ഥരാലും ശക്തികളാലും കൈവിടപ്പെട്ട് എന്നെ വലയ്ക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്നും എനിക്കൊരു വിമോചനമില്ല എന്ന് നനച്ച് പാപത്തിന്റെ ഭാരമേറിയ ഭാണ്ഡം ചുമന്ന് പാപത്തിന്റെ വല്ലാത്ത വിഴുപ്പ് ചുമ്മി ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഉളഞ്ഞ പാത്രം പോലെ തകർന്നു കിടക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധികൾ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ സ്നേഹിത, നിന്റെ കുലമേതാണെങ്കിലും കുടുംബമേതാണെങ്കിലും വർഗമേതാണെങ്കിലും വർണ്ണമേതാണെങ്കിലും പശ്ചാത്തലമേതാണെങ്കിലും ആചാരങ്ങളില്ലാതെ അനുഷ്ഠാനങ്ങളില്ലാതെ പണച്ചിലിപ്പുകളില്ലാതെ ശാരീരിക ദണ്ഡനങ്ങളില്ലാതെ ആണ്ടാണ്ടിന്റെ കാത്തിരിപ്പില്ലാതെ നിന്റെ സകല പാപത്തെയും സൗജന്യമായി പരിഹരിക്കുവാൻ കരുത്തുള്ള ഒരേ ഒരു പാപമോചകനെ ഇന്ന് രാത്രി തുറന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ആവേശത്തോടെ ഉയർത്തുന്നു. അവനാണ് യേശുക്രിസ്തു. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനുമാണ് ദാവീദിന്റെ സന്തതിയായി അവൻ ഈ ലോകത്തിൽ ജനിച്ചതെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. എങ്ങനെയാണ് അവിടുന്ന് ഈ ലോകത്തിൽ ജനിച്ചത്? നമ്മുടെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ദൈവത്തെ വെളിപ്പെടുത്താനും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനുമാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതെങ്കിൽ അടുത്ത ഭാഗം, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? സന്തോഷമുണ്ടോ? പുറത്ത് പെയ്ത മഴയുടെ തണുപ്പ് ഇടയ്ക്കിടക്ക് നിങ്ങളുടെ അകത്ത് കയറുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് യേശു ഈ ലോകത്തിൽ ജനിച്ചത്? അത് എൻ്റെ സന്ദേശത്തെ അവസാന ഘട്ടമായിട്ട് ഞാൻ പറയാം. എല്ലാവരും ജനിച്ചതുപോലെയല്ല യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതാണോ? അവൻ്റെ ജനനത്തിൽ അത്യപൂർവമായ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജനിച്ചത്? ഞാനത് ബൈബിളിൽ തന്നെ പറയാം. അവിടുന്ന് ഈ ലോകത്തിൽ എങ്ങനെ ജനിച്ചു വന്ന ചോദ്യത്തിന് പൗലോസാണ് അതിനുത്തരം പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ സ്ലീഹൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ താപ്പോട്ടുള്ള വചനം ഞാനൊന്ന് വായിക്കാം. അവിടുന്ന് എങ്ങനെ ജനിച്ചു വന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ്. ബൈബിളുള്ളവർ നിവർത്തിക്കോ എന്നിട്ടത് വായിച്ചോ എന്നോട് ചേർന്ന്. ഫിലിപ്പിയർ 2:6 മുതൽ താപ്പോട്ടുള്ള വചനം. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പാപിയെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചെങ്കിൽ അവൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജനിച്ചത്? അവിടുന്ന് ഈ ലോകത്തിൽ എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഇതിൽ പരം കൃത്യമായ ഒരു ഉത്തരം എൻ്റെ അന്വേഷണത്തിൽ ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ, എനിക്ക് വിരോധമൊന്നുമില്ല. എങ്ങനെ ജനിച്ചു? എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ, ഉറക്കെന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കെ? ഒരു കാറ്റ് മാത്രമേ വന്നുള്ളൂ. ഇച്ചിരി ഉറക്കം പറഞ്ഞേ.
പാപിയെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് അവിടുത്തെ പൂർവാസ്തിക്യത്തെ കുറിച്ച് പൗലോസ് പറയുക. എങ്ങനായിരുന്നത്? എലിയായോ, പല്ലിയായോ, പൂമ്പടിയായോ, പൂമ്പാറ്റയായോ, പുല്ലായോ ഒന്നുമല്ല. പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് അവന്റെ പൂർവാസ്തിക്യത്തെ കുറിച്ച് പൗലോസ് പറയുന്നു. അവൻ എങ്ങനെയിരുന്നു? ദൈവരൂപത്തിലിരിക്കെ. ഒരല്ലേലിയ പറഞ്ഞാട്ടെ, ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള പരിഭാഷ ദൈവമായിരിക്കെ. ഈ ലോകത്തിൽ കന്യകയുടെ ഉദരം കടമെടുത്ത് കാലിത്തുടത്തിലൊരു മനുഷ്യനായി, ഒരു മനുഷ്യ കുഞ്ഞായി അവൻ പിറന്നു വീഴുന്നതിന് മുമ്പ് അവൻ എങ്ങനിരുന്നു? ദൈവരൂപത്തിലായിരുന്നു. കൈ ഉയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൗലോസിന്റെ പ്രഖ്യാപനം അത്ര സുന്ദരമാണ്, ദൈവരൂപത്തിലിരിക്കെ. അപ്പൊ പൗലോസ് ഇത് പറയണമെങ്കിൽ ദൈവരൂപത്തിൽ പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വാദം. എന്താ ദൈവത്തിന്റെ രൂപം? ദൈവത്തിന്റെ രൂപം നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ആരാ ദൈവമെന്ന് ചോദിച്ചാൽ മണ്ണ് തൊട്ട് മാനം മുട്ട് നിൽക്കുന്ന ആവേശത്തോടൊരു വാക്യം എനിക്ക് പറയാൻ കഴിയും. ആരാ ദൈവം? താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തവൻ, മാംസലമായ കണ്ണുകൾ കൊണ്ട് ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനാണ് നാം സേവിക്കുന്ന മഹാദൈവം. ഇയ്യോബ് പറയുന്നത്, ഞാൻ അവനെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇയ്യോബിന്റെ അകത്തൊരു പ്രത്യാശയുണ്ട്, ഒരിക്കൽ ഞാൻ അവനെ കാണും. അപരന്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, താൻ മാത്രം അമർത്യതയുള്ള, ആമൻ, മനുഷ്യർക്കാർക്കും ഒരു നാളും കാണാൻ കഴിയാത്ത, മനുഷ്യർ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ആ തേജോമയനായ ദൈവത്തെ ഒരിക്കൽ നമ്മൾ കാണുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ടെങ്കിൽ കൈകളടിച്ച് ആത്മാവിൽ നിന്ന് ബലപ്പെട്ടോട്ടെ. കോരിച്ചൊരിയുന്ന മഴയത്തും അതിനെ അവഗണിച്ചിവിടെ വന്ന് ഈ തണുപ്പടിച്ച് വചനം കേൾക്കുക. നമ്മുടെ അകത്ത് പകരുന്ന ആവേശം അത് ഒരിക്കൽ നമ്മൾ അവനെ കാണും. കൃപ 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 കൃപ. അന്യന്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണാൽ നമ്മൾ അവനെ കാണും. ഇന്ന് നമ്മൾ അവന്റെ കൃപ അനുഭവിക്കുന്നുണ്ട്, ഇല്ലേ? ഇന്ന് നമ്മൾ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്, ഇല്ലേ? ഇന്ന് നമ്മൾ അവന്റെ നന്മകളും ദാനങ്ങളും കരുതലുകളും അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇന്ന് നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അവന്റെ ചൂരും ചേർത്ത് പിടിക്കലും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ നമ്മൾ കണ്ണുകൊണ്ടവനെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ അന്തർതലത്തിലെ പ്രത്യാശ ഒരിക്കൽ കാണും. പാട്ടുകാരൻ പാടിയതുപോലെ കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ എന്റെ പ്രിയനെ ഞാൻ കാണും. ഞാൻ മറ്റൊരു രാജ്യത്ത് ഒരു 2 ആഴ്ചത്തെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ എന്നെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ എൻ്റെ മക്കളുണ്ടായിരുന്നു. 2 വയസ്സുള്ളൊരു കൊച്ചുമോൾ എനിക്കുണ്ട്, 3 പിള്ളേരാ. ഇളയ മോൾക്ക് 2 വയസ്സ്. ഞാൻ എൻ്റെ ലഗേജുമായിട്ട് ട്രോളിയിൽ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ 100 കണക്കിന് ആളുകളുടെ നടുവിൽ ഒറ്റ കണ്ണുകൊണ്ട്, ഒറ്റ നോട്ടത്തിൽ എൻ്റെ കൊച്ചുമകൾ എന്നെ കണ്ടു. അയ്യോ, അമ്മയുടെ കയ്യിൽ നിന്നും മീൻ വഴുതി പോകുന്ന പോലെ ഊർന്നിറങ്ങി ചാടി ഒരു വരവ് ആളുകളുടെ ഇടയിൽ കൂടെ. വൈഫ് അവളെ പിടിക്കാൻ പുറകിൽ, അവൾ തട്ടിമാറ്റി ഓടുന്നു. എന്തിനാ? അപ്പോൾ വരുന്നു. 1 മീറ്റർ അകലെ നിന്ന് ഒരു ചാട്ടം ചാടി കളന്നെൻ്റെ തോളയിലാണ് അവളിരുന്നത്. കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുക്കുന്നതിന് മുമ്പ് തൂരാന്ന് അപ്പ എന്ന് വിളിച്ച് ഉമ്മ തന്നു. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ഉന്തിക്കൊണ്ട് വന്ന ട്രോളിയിലെ ലഗേജ് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായ എൻ്റെ പൊന്നുമോള് എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഇത്ര സന്തോഷമാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ്, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് നിന്നെ മെടഞ്ഞ ഉള്ളങ്കയിൽ വരച്ച കാൽവറിയുടെ കുലമരത്തിൽ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി ചോര കൊടുക്കി നിന്നെ വീണ്ടെടുത്ത നിന്റെ പ്രാണനാഥനെ കാണുന്ന ആ മഹൽ സമ്മേളന ദിവസത്തെ ആത്മ കണ്ടുകൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവർ കടകിയിരിക്കാൻ പറ്റത്തില്ല. ആരാ ദൈവം?
താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മാംസളമായ കണ്ണുകൾ കൊണ്ട് ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവൻ, അവനാണ് ദൈവം. അതിൽ ഒരു പദം ഞാൻ ഇങ്ങ് അടർത്തിയെടുക്കുക, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ആരാ ദൈവം? ഉറക്കെന്ന് പറഞ്ഞേ, അടുത്തുകൂടാത്ത. പൗലോസ് യേശു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ വന്നതിനെ കുറിച്ച് പൗലോസ് പറയാ, അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ, അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ. ആരാ ദൈവം? ഒറ്റ വാക്ക് അതിനകത്തൊന്ന് അടർത്തിയെടുക്കുക, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. കുറച്ചുകൂടെ വിശദീകരിച്ച, കോടി സൂര്യപ്രഭയെ വെല്ലുന്ന ശോഭയുള്ളവൻ. ഞാൻ യെശയ്യാവിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പണ്ടൊരു പാട്ടുകാരൻ പാടിയില്ലേ, അടുത്ത സമയത്ത് 1000 സൂര്യ ഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാൽ, ബാക്കിയൊന്ന് പറയാമോ? ആകുമോ നിൻ മുഖകാന്തി പോലെ 1000 ചന്ദ്ര സൂര്യ ഗോളങ്ങൾ, നക്ഷത്ര ഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാൽ ആകുമോ നിൻ മുഖശോഭ പോലെ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. പൗലോസ് എവിടെ വെച്ചാ ഈ കർത്താവിനെ കണ്ടത്? ഈ ദൈവരൂപത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെന്ന. അപ്പോൾ ദൈവത്തെ, കർത്താവിനെ പൗലോസ് എവിടെ വെച്ചോ കണ്ടു. എവിടെ വെച്ചാൽ കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ, ദമസ്കാസിൻ്റെ പടിക്ക് വെച്ചാണ്. യെരുശലേമിലുള്ള ദൈവമക്കൾക്കെതിരെ വലിയ പീഡയുണ്ടായി. ആ പീഡയ്ക്ക് മുൻകൈ എടുത്തത് ശൗല. യെരുശലേമിലെ പീഡയിൽ അവിടെയുള്ള ദൈവമക്കൾ ചിതറിയവരിൽ നല്ലൊരു സംഘം ദമസ്കാസിലേക്ക് പോയി. പീഡകനായ ശൗലന് അറിവ് കിട്ടി, യെരുശലേമിലെ പീഡയിൽ ചിതറിയവരെ നല്ലൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്, ദമസ്കാസിലുണ്ട്. അയാൾ യെരുശലേമിൽ നിന്ന് ദമസ്കാസിലേക്ക് ഒരു വരവ് വരുക. എങ്ങനെ വരുന്നത്? അവിടുത്തെ പള്ളിപ്പുരോഹിതന്മാർക്ക് അധികാരപത്രം മേടിച്ച്, അധികാരപത്രം വലങ്കയിൽ ചുരുട്ടിപ്പിടിച്ച്, ഇടം കൈയിൽ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് യെരുശലേമിൽ നിന്ന് 6 ദിവസം യാത്ര ചെയ്ത് ദമസ്കാസിലേക്ക് വരികയാണ്. വരവിൻ്റെ ഉദ്ദേശം എന്താണ്? യെരുശലേമിലെ പീഡയിൽ ചിതറി ദമസ്കാസിൽ പാർക്കുന്ന ക്രിസ്തു മാർഗ്ഗക്കാരെ ഇല്ലാതാക്കണം, പറിച്ചെറിയണം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തോ. ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ, നീ സേവിക്കുന്ന ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കൈകളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മാവിലെന്ന് ബലപ്പെട്ട് നിന്റെ തലമുറയെ, നിന്റെ ഭാവിയെ, നിന്റെ കുടുംബത്തെ, നിന്റെ ശുശ്രൂഷയെ ഒരിടത്തും ഉറപ്പിക്കത്തില്ല. ഒരു ചെടി പറിച്ച് കളയുന്നത് പോലെ, വെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകി നടക്കുന്ന ഒരു വെള്ളം പോലെ ഒരിടത്തും നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ, നീ സേവിക്കുന്ന ദൈവം നിന്നെ ഇളക്കി കളയുന്നവനല്ല, ഒഴുക്കി നടത്തുന്നവനല്ല, അവൻ നിന്നെ ഉറപ്പിക്കുന്നവനാണ്. വിശ്വസിക്കുക. 2025 നിന്നെ ദൈവം ഉറപ്പിക്കുന്ന വർഷമാ. നിന്റെ തലമുറയെ, നിന്റെ ഭാവിയെ ദൈവം ഉറപ്പിക്കുന്ന വർഷമാ. ഈ ദൂതനോടാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിലുണ്ടെങ്കിൽ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ നിന്ന് ബലപ്പെട്ട് നിന്നെ ഉറപ്പിക്കുന്ന വർഷമാ 2025. ദമസ്കോസിലെ പീഡയിൽ ചിതറി, യെരുശലേമിലെ പീഡയിൽ ചിതറി. ഇതൊന്ന് കേട്ടോണേ. ദമസ്കോസിൽ പാർക്കുന്ന ക്രിസ്തുമാർഗ്ഗക്കാരെ ഇല്ലാതാക്കാൻ, അടിവേരോടെ പറിച്ചു കളയാൻ പള്ളിപ്പുരോഹിതന്മാർക്ക്, അന്നത്തെ അവിടുത്തെ പള്ളിപ്പുരോഹിതന്മാർക്ക് എഴുതി അധികാരപത്രം വലങ്കയിൽ ചുരുട്ടി പിടിച്ച്, ഇടം കൈയിൽ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് ദമസ്കോസിലേക്ക് യെരുശലേമിൽ നിന്നും പാഞ്ഞു വരുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. യെരുശലേമിലെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്ന ക്രിസ്തുമാർഗ്ഗക്കാരെ ഈ അധികാരപത്രം കൊണ്ട് ഞാൻ ഇളക്കും. ദോശ ഇളക്കി മറിച്ചിടുന്ന പോലെ ദമസ്കോസിലുള്ള ക്രിസ്തുമാർഗ്ഗക്കാരെ ഇളക്കും. ശൗലേ, താൻ അഡ്രസ്സ് മാറിയാ കളിക്കുന്നത്. തൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഈ അധികാരപത്രം കൊണ്ട് യെരുശലേമിലെ ദമസ്കോസിലുള്ള ദൈവമക്കളെ ഇളക്കാൻ പോയിട്ട് തൊടാൻ പറ്റത്തില്ല. കാരണം ഒരു വേദാധാരമുണ്ട്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കൈയടിച്ച് ആത്മാവിലെന്ന് ബലപ്പെട്ട് ലോകത്തിനൊരു പാതാള ഗോപുര ശക്തിക്കും ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടൊരു സ്ഥാപനമുണ്ടെങ്കിൽ ദൈവസഭയാണ്. നീ അതിലെ അംഗമാണെങ്കിൽ നിന്നെ ഇളക്കാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ദമസ്കോസിന്റെ പടുക്ക വന്നപ്പോൾ ആളിനും മുഖം മാറിയെന്നാണ് ചരിത്രം. ഇദ്ദേഹത്തിൻ്റെ മുഖം ചെന്നായുടെ മുഖം പോലെ എന്ന ഒരു ബുക്കിൽ ഞാൻ വായിച്ചത്. ആൾ നീളം കുറഞ്ഞ ആളാണ്, ഞാൻ കണ്ടിട്ടില്ല, വായിച്ചുള്ള അറിവാണ്. വിശാലമായ നെറ്റിത്തടവും കടുപ്പമുള്ള പുരുകവും വലിപ്പമുള്ള കണ്ണും കാറ്റിൽ പാറി പറക്കുന്ന മുടിയും താടിയെന്നൊക്കെയാണ് വായിച്ചിട്ടുള്ളത്, നേരിട്ട് കണ്ടിട്ടില്ല.
ഇദ്ദേഹത്തിൻ്റെ മുഖം കോപം വന്നപ്പോൾ ചെന്നായിയുടെ മുഖം പോലെ എന്നാൽ ശരിയാ. നമ്മുടെ മുഖം ഏറ്റവും അധികം വിരൂപമാകുന്നത് കോപം വരുമ്പോഴാണ് അല്ലേ? കോപം വരുമ്പം കണ്ണാടിയിലിട്ട് നോക്കണേ. കോപം വരുമ്പോൾ എങ്ങനെയാണ് കണ്ണാടിയെ നോക്കുന്ന? കണ്ണാടി 26 കഷ്ണമാകുകയല്ലേ അല്ലേ? മനുഷ്യൻ ആദ്യം ദേഷ്യം വരുമ്പം തല്ലിപ്പൊട്ടിക്കുന്നത് കണ്ണാടിയാണ്. എന്താണെന്നറിയത്തില്ല അതിൻ്റെ സൈക്കോളജി. അവൻ ഇദ്ദേഹത്തിന് ദമസ്കോസിലുള്ള ക്രിസ്തുമാർഗക്കാരെക്കുറിച്ച് ചിന്തിച്ച് അടുത്തേക്ക് വരുമ്പോൾ കോപം കൊണ്ട് മുഖം ചെന്നായിയുടെ മുഖം പോലായെന്ന്. ആള് ചെന്നായില്ലേ? ഗോത്രം ബെന്യാമിൻ ഗോത്രമല്ലേ? ആ ഗോത്രത്തെ വിളിക്കുന്ന പേര് കടിച്ചു കീറുന്ന. ആരെ കടിച്ചു കീറാനാ ശൗലേ നീ ശൗര്യം കൊണ്ട് ദമസ്കോസിലേക്ക് വരുന്നത്? കേട്ടോണേ, യെരുശലേമിലെ പീഡയിൽ ചിതറി ദമസ്കോസിൽ പാർക്കുന്ന അംഗബലമില്ലാത്ത, സംഘബലമില്ലാത്ത, സാമ്പത്തിക ബലമില്ലാത്ത, കായിക ബലമില്ലാത്ത കുറെ പാവപ്പെട്ട ദൈവമക്കളെ കടിച്ചു കീറാൻ ശൗര്യം പൂണ്ട ചെന്നായായി ഇവൻ ദമസ്കോസിലേക്ക് വരുമ്പോൾ ആ ദമസ്കോസിന്റെ പടിക്കൽ ഈ ചെന്നായെ നേരിടാൻ ഒരുവൻ നിൽപ്പുണ്ട്. അത് മറ്റൊരു ചെന്നായല്ല, യഹൂദാ ഗോത്രത്തിന്റെ ബാലസിംഹമായവനാണ്. കൈയടിച്ചാത്മാവിൽ നിന്ന് ബലപ്പെട്ട് നീ അറിയാതെ നിന്നെ പറിച്ചു കളയാൻ, നിന്നെ തകർത്ത് കളയാൻ, ഉടച്ചു കളയാൻ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ പാഞ്ഞു വരുമ്പോൾ നീ അറിയാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പോരാടി യുദ്ധം ചെയ്യുന്ന ഒരു വല്ലഭൻ നിനക്കുണ്ട്. അതുകൊണ്ട് ആ പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾ പറയുന്നത് പ്രതികാരം ഞങ്ങൾക്കില്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ചിലർ കുതിരകളിലും മറ്റു ചിലർ രഥങ്ങളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവനാണ് ഞങ്ങളുടെ പ്രതികാരകൻ, അവനാണ് ഞങ്ങളുടെ സൂക്ഷിപ്പുകാരൻ, അവനാണ് ഞങ്ങളുടെ സംരക്ഷകൻ. ദമസ്കസിന്റെ പടിക്ക വന്നതും ആ ബാലസിംഹം ഈ ചെന്നായി അറ്റാക്ക് ചെയ്തു. ഒറ്റയടിയാ. ഞങ്ങളുടെ റാന്നിക്കാരുടെ ഭാഷ പറഞ്ഞാൽ കണ്ണും മൂക്കും പൊത്തിക്കൊടുത്ത് വരണം. ആടികൊണ്ട് കറങ്ങി കുതിരപ്പുറത്തുനിന്ന് മഴവില്ല് പോലെ പൊത്തോന്ന് താഴെ വീണും മഴവില്ല് പോലെ ദമസ്കോസിൻ്റെ പടിക്ക വളഞ്ഞു കിടക്കുക. എങ്ങനെ അടിച്ചെന്നറിയാം? അടിച്ചടി നട്ടുച്ച നേരം കോടി സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം ഉപദ്രവകാരിയായ ശൗലിൻ്റെ മുഖത്തടിച്ചിട്ട് തലയ്ക്ക് ചുറ്റും മിന്നിയെന്ന്. ആ പദം മറന്നു പോകല് കേട്ടോ. നട്ടുച്ച നേരത്ത് കോടി സൂര്യപ്രഭയെ വെല്ലുന്ന വലിയൊരു പ്രകാശം ശൗലിന്റെ മുഖത്തടിച്ചിട്ട് തലയ്ക്ക് ചുറ്റും മിന്നിയെന്ന്. മുഖത്തടിച്ച പ്രകാശകിരണത്തിന്റെ പ്രത്യാഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ കുതിരപ്പുറത്തുനിന്ന് താണു വീണു. ആരാ ദൈവം? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ ദൈവം. അടിച്ച പ്രകാശത്തിന്റെ മറവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുതിരപ്പുറത്ത് താഴെ വീണ മഴവില്ല് പോലെ വഴഞ്ഞു കിടക്കുമ്പോൾ ആ ഉദിച്ച പ്രകാശത്തിന്റെ മറവിൽ നിന്നൊരു വിളി എന്താ? ശൗലേ, ശൗലേ. വിളിയുടെ പുറകെ ഒരു ചോദ്യം, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ആരെ? എന്നെ. എടാ, നീ ആ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് എന്താണെന്നല്ല. യെരുശലേമിലെ പീഡയിൽ ചിതറി അംഗസംഘ ബലമില്ലാത്ത സാധുക്കളെ തല്ലാൻ പോകുന്ന എന്താണെന്നല്ല ചോദിച്ചത്. മനസ്സിലായോ? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നാം അനാഥരല്ല, നാം അശരണരല്ല, നാം ആലംബഹീനരല്ല, നാം ശത്രുവിന്റെ മടിയിലെ കളിപ്പാവയല്ല, അവന്റെ കോട്ടിലെ പന്തല്ല. നമ്മക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ചോദിക്കാൻ ഒരുവനുണ്ട്. അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മഹാദൈവമാണ്. എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എൻ്റെ ദാസന്മാരെ തൊട്ടാൽ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് തൊടുന്നതിന് തുല്യമാണ്. എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ആ ചോദ്യം കേട്ടപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റു. വിളിയും ചോദ്യം കൂടെ കേട്ടപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്. ആ ചോദിച്ച ചോദ്യം എന്താ? നീ ആരാകുന്നു? അയ്യോ, എന്തൊരു വിനയം! ആളിൻ്റെ അഭ്യാസവും പിടിപാടും ധൈര്യമൊക്കെ വെച്ച് നോക്കിയാൽ കയ്യിൽ മടക്കി കുത്തി നീ ആരാടാന്ന് ചോദിക്കേണ്ടതാ. ശൗലേ, ശൗലേ എന്നുള്ള വിളി. നിന്നെ എന്നെ ഉപദ്രവിക്കുന്ന എന്താ ചോദ്യം? അത് കേട്ട് ചാടി എഴുന്നേറ്റവൻ ചോദിച്ച ചോദ്യം എന്താ? നീ ആരാകുന്ന കർത്താവേ. അപ്പോളേ ഒരു കാര്യം കൂടെ ഞാൻ കയറ്റി പറയുകയാണ്. ഈ വിളി കേട്ട് ചാടി പുള്ളിക്കാരൻ എഴുന്നേറ്റപ്പം പുള്ളിക്കൊരു കാര്യം മനസ്സിലായി. കണ്ണിൻ്റെ കാഴ്ച പോയി. കണ്ണിൻ്റെ കാഴ്ച ഫിലമെൻ്റ് അടിച്ചു പോയി. നമ്മളാണ് നേരെ തിമിര ശസ്ത്രക്രിയ നടത്തി കറുത്ത ഗ്ലാസും വെച്ച് നടന്നേ അല്ലേ? പുള്ളിക്കാരൻ ചാടി എഴുന്നേറ്റപ്പോൾ മനസ്സിലായി പ്രകാശം മുഖത്തടിച്ചപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോയി. പക്ഷേ കണ്ണിൻ്റെ കാഴ്ച പോയതല്ലെന്ന വിഷയം, മുഴങ്ങിയ വിളിയാ വിഷയം, മുഴങ്ങിയ ശബ്ദമാ വിഷയം. ഈ സമാമന രാത്രിയിൽ ജഡത്തിൻ്റെ ക്ലേശം കാര്യമാക്കാതെ മുഴങ്ങുന്ന വചനത്തിന് നീ ചെവി കൊടുത്താൽ നിന്റെ ചരിത്രത്തെ മാറ്റാൻ മുഴങ്ങുന്ന വചനത്തിന് ശക്തി കൊണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ സകല ചിന്തകളും മാറ്റി വചനത്തിന് കാതുകൂർപ്പിക്കുക. നീ ആരാകുന്നു? കർത്താവേ. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, പുള്ളിയെ വിളിച്ചത് ആരാണ്? കർത്താവാണ്. നീ ആരാകുന്ന കർത്താവേ. ഉടനെ ആ ശബ്ദം തിരിച്ച് പുള്ളിയോട് പറഞ്ഞ എന്നാന്നറിയാമോ? ഞാൻ
നീ ഉപദ്രവിക്കുന്ന യേശു. അയ്യോ, നീ ഉപദ്രവിക്കുന്ന യേശു. അപ്പൊ യേശുവിനെ കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? ദമസ്കാസിന്റെ പടിക്കൽ. എങ്ങനെയാ കണ്ടത്? കോടി സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശകിരണം പോലെ. ആ കണ്ട കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതുകയാ. ദൈവരൂപത്തിലിരിക്കെ, ആരാ ദൈവം? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനോ അവൻ ദൈവരൂപത്തിലിരിക്കെ പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ ഈ പാപലോകത്തിൽ വന്നത് എങ്ങനെയാ? ഒന്ന്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. രണ്ട്, ദാസരൂപം എടുത്ത്. മൂന്ന്, മനുഷ്യ സാദൃശ്യത്തിലായി. നാല്, തന്നെ താൻ ഒഴിച്ച്. അഞ്ച്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആറ്, തന്നെ താൻ താഴ്ത്തി. ഏഴ്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അയ്യോ, പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ യേശുക്രിസ്തു ലോകത്തിൽ എങ്ങനെയാ വന്നത്? ദൈവത്തോടുള്ള സമത്വം പിടിച്ചില്ല. 7 കാര്യമാണ് അവിടെ പറയാനുള്ളത് കേട്ടോ. 7 നിലയിലാണ് ഇങ്ങോട്ട് വന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുക, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം 7 പറയാൻ നേരമില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് 2 കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. എങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചത്? ഒന്ന്, തന്നെ താൻ ഒഴിച്ച്. ഒന്ന് പറഞ്ഞേ. 2, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. എങ്ങനെയാണ്? അത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കുമ്പോൾ എൻ്റെ സമയം കഴിയും. തന്നെ താൻ ഒഴിച്ച്. എൻ്റെ ഹൃദയത്തെ കുത്തിത്തുളച്ചൊരു ഭാഗമാണത്. തന്നെ താൻ ഒഴിച്ചു. അയ്യോ, സകല മാനവകുലത്തിനും ദൈവത്തെ വെളിപ്പെടുത്താൻ, സകല മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എങ്ങനെയാണ്? തന്നെത്താൻ ഒഴിച്ച്. എന്താ ഈ തന്നെത്താൻ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ? തന്നെത്താൻ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ താൻ അല്ലാതാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ആ വാക്യത്തിന്റെ ആരംഭത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. വേറൊരു മലയാളത്തിൽ ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ച്. ഗ്രീക്കിൽ കീനോസ് എന്നൊരു പദമുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ഒഴിഞ്ഞവനായി, ശൂന്യനായി എന്ന. പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ യേശു ഈ ലോകത്തിൽ എങ്ങനെയാണ് ജനിച്ചത്? ഒഴിഞ്ഞവനായി, ശൂന്യനായി. ആമേൻ. ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചവനായി. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഗാംഭീര്യ പരിവേഷം. ഗാംഭീര്യ പരിവേഷത്തോട് അവനെ കണ്ട ആരെങ്കിലും ഈ പന്തലുണ്ടോ? ഉണ്ടപ്പോൾ നിങ്ങൾ ജീവനോടിരിക്കുകയല്ല. ഗാംഭീര്യ പരിവേഷത്തോടെ അവനെ കണ്ടവരാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും മിണ്ടുകയില്ല. വെളിപ്പാട് പുസ്തകക്കാരനോ യോഹന്നാൻ പറയും, നിന്നേ ഒരിക്കൽ ഞാനൊരു ദർശനത്തിൽ അവനെ കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? പത്മോസിൽ. അന്നത്തെ ചക്രവർത്തി തളച്ച എണ്ണയ്ക്കകത്തിന് എന്നെ ഇട്ടു. ആ തളച്ച എണ്ണ എന്നെ കൊല്ലാതിരുന്നപ്പോൾ എൻ്റെ കയ്യും കാലും കെട്ടി ഒരു പടകിനകത്ത് എന്നെ കയറ്റി അങ്ങ് ദൂരെ പത്മോസിലേക്ക് കൊണ്ടിട്ട് കേട്ടോ. പത്മോസിനെ കുറിച്ചൊരു ചരിത്രത്തിൽ ഞാൻ വായിച്ചത്, 100 മൈൽ താഴെ വീതി, നീളം, ചന്ദ്രക്കലയുടെ ആകൃതിയുള്ളൊരു ദ്വീപാണ് പത്മോസ്. പണ്ടൊരു തുറമുഖമായിരുന്നു പത്മോസ്. യോഹന്നാന്റെ കാലത്ത് തുറമുഖമല്ല, കുറ്റവാളികളെ നാടുകടത്തുന്ന വല്ലാത്ത സ്ഥലമാണ് പത്മോസ് കേട്ടോ. അവിടെ കരിമ്പനക്കൂട്ടങ്ങളുണ്ട്, കരിമ്പാറക്കെട്ടുകളുണ്ട്, അതിൻ്റെ ഇടയിൽ വിഷസർപ്പങ്ങളുണ്ട്. നാളുകൾക്ക് മുമ്പ് നാടുകടത്തപ്പെട്ട് രക്ഷ കിട്ടാതെ മരിച്ചുപോയ കുറ്റവാളികളുടെ ജീർണിച്ച ശരീരമുണ്ട്. മനുഷ്യന്റെ പച്ചച്ചോരയുടെ മണമടിച്ച് ക്ഷണനേരം കൊണ്ട് അവനെ കൊത്തി അസ്ഥിയാക്കത്തക്ക നിലയിൽ ചിറകടിച്ചു പറക്കുന്ന നരഭോജികളായ ഭീകര കഴുകന്മാരുണ്ട്. പട്ടാപ്പകൽ പത്മോസിൽ ചെന്ന് പേടിച്ച് ചത്തുപോകും. പിന്നെ പാതിരാത്രിയിലെ കാര്യം പറയണോ? ഭീതിജനകമായ പത്മോസിൽ യോഹന്നാനെ കൊണ്ടിട്ടു. തെല്ലും ഭയന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭീതിജനകമായ പത്മോസിൽ എന്തുകൊണ്ട് യോഹന്നാൻ തെല്ലും ഭയന്നില്ല? ഉത്തരം ഒന്നേയുള്ളൂ. അത് അയാൾ പറയുന്നുണ്ട്, കർത്തൃദിവസത്തിൽ ഞാൻ. ഏതാ കർത്തൃദിവസം? കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ദിവസമൊക്കെ കർത്തൃദിവസമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് രാത്രി പരിവാര സമുന്നതനായി നമ്മുടെ നടുവിലുണ്ട്. ഇത് കർത്തൃദിവസമാണ്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്താ ഈ ആത്മവിവശനാകുക എന്ന് പറഞ്ഞാൽ?
തമിഴിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴിൽ കർത്തൃദിവസത്തിൽ ആത്മവിവേശനായി എന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കർത്തൃദിവസത്തിൽ ഞാൻ ആവിക്കുള്ളിലായെന്ന്. ആവിക്കുള്ളിലായി, ആത്മാവിൻ്റെ ഉള്ളിലായെന്ന്. ആത്മാവ് അവൻ്റെ ഉള്ളിലായെന്ന് മാത്രമല്ല, യോഹന്നാൻ ആത്മാവിൻ്റെ ഉള്ളിലായെന്ന് പത്മോസിൽ വെച്ച് വെള്ളം നിറച്ച് പാത്രം അടപ്പ് കൊണ്ട് അടയ്ക്കുന്നത് പോലെ, തുണി ചലമാരയിൽ വെച്ച് പൂട്ടുന്നത് പോലെ, വിലയേറിയ ആഭരണങ്ങൾ ലോക്കറിൽ വെച്ച് പൂട്ടി ഭദ്രമാക്കുന്ന പോലെ ഭീതിജനകമായ പത്മോസിൽ യോഹന്നാൻ ആത്മാവിൻ്റെ ഉള്ളിലായെന്ന്. എന്താ യോഹന്നാനെ പത്മോസിന്റെ ഭീകരത നിന്നെ ഭയപ്പെടുത്താഞ്ഞത്? അവിടുത്തെ വിഷസർപ്പങ്ങളുടെ സീൽക്കാര ശബ്ദം എന്താ നിന്നെ ഭയപ്പെടുത്താഞ്ഞത്? ആമേൻ. നരഭോജികളായ കഴുകന്മാരുടെ ചിറകടി ശബ്ദം എന്താ നിന്നെ ഭയപ്പെടുത്താഞ്ഞത്? നാളുകൾക്ക് മുമ്പ് നാടുകടത്തപ്പെട്ട് രക്ഷ കിട്ടാതെ ചത്തുപോയ കുറ്റവാളികളുടെ പാതി ജീർണിച്ച ശരീരവും അസ്ഥികൂടങ്ങളും എന്താ നിന്നെ ഭയപ്പെടുത്താഞ്ഞത്? പത്മോസിന്റെ ഭീകരത എന്താ തെല്ലും നിന്നെ അലക്കാഞ്ഞത്? യോഹന്നാന് പറയാനുണ്ട്, അതൊന്നും എന്നെ തൊടത്തില്ലെന്ന്. ഞാൻ ആത്മാവിന്റെ ഉള്ളിൽ. ഈ യോഗത്തിന്റെ അവസാന രാത്രിയിൽ ഞാൻ ആത്മാവിന്റെ ഉള്ളിലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ വശത്ത് 1000 വീണാലും നിന്റെ വലതു വശത്ത് 10,000 വീണാലും നിന്നോടടുത്തു വരികയില്ല. പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം നിന്നെ തൊടുകയില്ല. നിന്റെ വശത്ത് 1000 വീണാലും നിന്റെ വലതു വശത്ത് 10,000 വീണാലും നിന്നോടടുത്തു വരികയില്ല. ആത്മാവിന്റെ ഉള്ളിലാകുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ ഉള്ളിലാണെന്ന് ബോധ്യമുള്ളവർ ഒരല്ലേറിയ പറഞ്ഞാട്ടെ. ആത്മാവിന്റെ ഉള്ളിലായപ്പോൾ, ആത്മവിവശതയിലായപ്പോൾ യോഹന്നാനൊരു പ്രൊമോഷൻ കിട്ടി. എങ്ങോട്ടാണെന്നറിയാമോ? സ്വർഗത്തിലേക്ക്. അപ്പോൾ അയാൾ കണ്ട കാഴ്ചയാണ് കർത്താവിനെ. ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ട കർത്താവിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതാണ് ഗാംഭീര്യ പരിവേഷം. അവിടുത്തെ തലയും തലമുടിയും ഹിമത്തേക്കാൾ വെണ്മയേറിയ പഞ്ഞി പോലെ. വായിച്ചിട്ടില്ലേ? അവിടുത്തെ കണ്ണുകൾ രണ്ടും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അവിടുത്തെ മുഖം കോടി സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം പോലെ. അവിടുത്തെ വായിൽ നിന്നും വചനത്തിന്റെ ഇരുവായ്ത്തലകളുള്ള വാള് പുറപ്പെടുകയാ. അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. അവിടുത്തെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുകയാണ്. അവിടുത്തെ കാൽപാദങ്ങൾ 2 മുലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമാണ്. 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ അവിടുന്ന് പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുകയാണ്. എത്ര ഉന്നതനാണ് നമ്മുടെ കർത്താവ്! എത്ര വലിയവനാണ് നമ്മുടെ കർത്താവ്! എത്ര ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്! ഞാൻ ചോദിച്ചോട്ടെ, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, സകല മാനവകുലത്തിനും ദൈവത്തെ വെളിപ്പെടുത്താൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന നിസ്തുല്യനും വിമോചകനുമാകുന്ന കർത്താവ് ഈ ലോകത്തിൽ വന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയ, വെള്ളോട്ടിന് സദൃശമുള്ള കാലോടുകൂടിയ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ, പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെയാ. അങ്ങനെ വന്നിരുന്നെങ്കിൽ പീലാത്തോസേ, നീ അവനെ വിസ്തരിക്കാൻ നട്ടല് പൊക്കി നിൽക്കത്തില്ലായിരുന്നു. അങ്ങനെ വന്നെങ്കിൽ ചാട്ടയ്ക്ക് അവനെ അടിച്ച പടയാളി പരീക്ഷകളെ, നിങ്ങൾ അവനെ തൊടുകയില്ലായിരുന്നു. യഹൂദനും യവനനും റോമാക്കാർക്കും പട്ടാളക്കാർക്കും ഒക്കെ ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ ഒരു കുഞ്ഞാട് പോലെയാണ് അവൻ വന്നത്. യെശയ്യാ പറയുന്നത്, രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാതായിട്ട് ഈ ലോകത്തിലോട്ട് വന്നത് പച്ച മനുഷ്യനായിട്ടില്ലേ? എത്ര സിമ്പിളായിട്ടാണ് ഇങ്ങോട്ട് വന്നതില്ലേ? 33.5 കൊല്ലം ഈ ലോകത്തിൽ പാർത്ത നമ്മുടെ കർത്താവ് എത്ര സിമ്പിളായിട്ടാണ് ഇങ്ങ് വന്നത്, ഇവിടെ പാർത്തത്. ഒഴിച്ചെന്ന് പറഞ്ഞാൽ, തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഭാഗം കാണാൻ കഴിയുന്ന അവിടെ 33.5 കൊല്ലം ഈ ലോകത്തിൽ പാർത്ത നമ്മുടെ കർത്താവിന് സ്വന്തം വീടുണ്ടായിരുന്നോ? മിണ്ടുന്നില്ല. ഉണ്ടോ? അയ്യോ, ഈ രാത്രി യോഗം കഴിഞ്ഞ് എനിക്ക് തിരിച്ച് റാന്നി ചെല്ലണം. എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും വിശ്രമിപ്പാൻ ഒരു കൊച്ചു വീടുണ്ട്. 6000 സ്ക്വയർ ഫീറ്റ് വലിപ്പമൊന്നുമില്ല, ഒരു കൊച്ചു വീട് മതിയല്ലോ. യോഗം കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം മടങ്ങിച്ചെന്ന് തല ചായ്ക്കാൻ ഓരോ കൊച്ചു വീടുണ്ടെന്ന്. പക്ഷെ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം 33.5 കൊല്ലം ഈ ലോകത്തിൽ പാർത്ത കർത്താവിന് സ്വന്തം വീടുണ്ടായിരുന്നു. പറഞ്ഞേ, അദ്ദേഹത്തെക്കുറിച്ച് അവിടുത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പകൽ മുഴുവൻ അയച്ചവന്റെ വേല, രാത്രി മുഴുവൻ വിജനമായ സ്ഥലത്ത് പ്രാർത്ഥന. രാത്രി മുഴുവൻ വിജനമായ സ്ഥലത്ത് പ്രാർത്ഥന, പകൽ മുഴുവൻ അയച്ചവന്റെ വേല. 33.5 കൊല്ലം ഈ ലോകത്തിൽ പാർത്ത കർത്താവിനും സ്വന്തമായ ഒരു വീടില്ല. ഗുരുവിന് വീടില്ല. അണികൾ വെക്കുന്ന വീട് കണ്ടാൽ നമ്മൾ തലകറങ്ങിപ്പോവും.
സ്വന്തം വീടില്ല, ഇനി വാഹനമില്ല. ഇന്നത്തെ ബെൻസിനെ ഓടിയൊക്കെ വെല്ലുന്ന രഥങ്ങളും തേരുകളുമുള്ള നാട്ടിൽ കർത്താവ് കയറാൻ തിരഞ്ഞെടുത്ത വാഹനം ഒരു കഴുതക്കുട്ടിയുടെ പുറമാണ്. കരമടയ്ക്കാൻ കാക്കാശ് കയ്യിലില്ലെന്ന്, മരിച്ചാൽ അടക്കാൻ കല്ലറയില്ലെന്ന്, അടക്കിയത് വേറൊരാടെ കല്ലറയ്ക്കകത്താ. നാം ഇന്ന് രാത്രി പിടഞ്ഞു മരിച്ചാൽ നമ്മെ അടക്കാൻ എവിടെയെങ്കിലും 6 അടി മണ്ണുണ്ട്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കല്ലറയില്ല, അടക്കിയത് മറ്റൊരാടെ കല്ലറയ്ക്കകത്ത്. അയ്യോ, വീടില്ല, അതാ തന്നെത്താൻ ഒഴിച്ചെന്ന് പറയുന്നത്. വാഹനമില്ല, കരമടയ്ക്കാൻ കാശില്ല, മരിച്ചാൽ അടക്കാൻ കല്ലറയില്ല, ഒന്നുമില്ലാത്തൊരു പരമദരിദ്രനായി ലോകത്തിലേക്ക് വന്നു. കൈയുയർത്തിയവരല്ലേ പറഞ്ഞ ഇന്ന് രാത്രിയിൽ ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ പോലെ യോഗ്യനായ ഒരുവൻ ഉലക ചരിത്രത്തിൽ വേറെ ഇല്ല. താഴ്ചയിലിരുന്നാലും ഉയർച്ചയിലിരുന്നാലും പുത്രത്വത്തിലിരുന്നാലും ദാസത്വത്തിലിരുന്നാലും മനുഷ്യത്വത്തിലിരുന്നാലും ദൈവത്വത്തിലിരുന്നാലും മഹത്വത്തിലിരുന്നാലും മരക്കുരിശിൽ തകർന്നു കിടന്നാലും അവനെ പോലെ യോഗ്യൻ, അവനെ പോലെ പരമയോഗ്യൻ, അവനെ പോലെ ശ്രേഷ്ഠൻ ആരുണ്ട്? അവൻ എത്ര മഹാൻ! അവന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഒന്നുമില്ലാതെ ഈ ലോകത്തിലോട്ട് വന്നു, തന്നെത്താൻ ഒഴിച്ചു വന്നു. വേഗം ഒരു 2-3 മിനിറ്റിനകത്ത് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ പാർത്ത് ഇവിടുന്ന് പോകാൻ നേരത്ത് വെറുതെ പോയില്ല, ഉള്ളതുകൂടെ നമുക്ക് തന്നിട്ട് പോയി. ഉള്ളതുകൂടെ ഊറ്റിയാണ് തന്നിട്ട് പോയത്. അതൊരു വിരോധാഭാസമാണ് അല്ലേ? വീടില്ലാതെ, പൈസ ഇല്ലാതെ, വാഹനമില്ലാതെ, ശവക്കോട്ടയില്ലാതെ, ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നവൻ ഏതാണ്ടൊക്കെ തന്നിട്ട് പോയി എന്ന് പറയുന്നു. ഒന്നുമില്ലാത്തവൻ എന്താ തരാനുള്ളത്? ആ ഒന്നുമില്ലാതെ ഇങ്ങോട്ട് ശൂന്യനായി വന്നവൻ, ഒഴിഞ്ഞവനായി വന്നവൻ എന്താ തന്നിട്ട് പോയതെന്നറിയണമെങ്കിൽ സ്വോത്രം പറയാതെ ഇവിടെ ഇരുന്നാൽ പോരാ. എൻ്റെ കൂടെ ഒരു നിമിഷം ക്രൂശിൻ്റെ ചുവട്ടിലോട്ട് വാ. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വരാമെങ്കിൽ അവൻ തന്നത് എന്നാന്ന് അവിടെ നിന്നാൽ കാണാൻ പറ്റും. ഒന്നുമില്ലാത്ത ഈ ലോകത്തിലേക്ക് ശൂന്യനായി ഒഴിഞ്ഞവനായി വന്നവൻ എന്താ തന്നത്? 1 വസ്ത്രം അഴിച്ച് പടയാളിക്ക് കൊടുത്തു, കൊണ്ടുപോക്കോടൂ. 2 അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തെടുത്തു. 3 ദരിദ്രനായവൻ, ശൂന്യനായവൻ, ഒഴിഞ്ഞവൻ 3 നമുക്ക് വേണ്ടി തന്നത് എന്താന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് അവനോട് പ്രേമം വർദ്ധിച്ചത്. കേട്ടോണേ, സ്വന്തം പ്രാണൻ നമുക്ക് മറവിലിയായി തന്നു. സകല മാനവകുലത്തിന്റെ വിമോചനത്തിന് സ്വന്തം പ്രാണൻ മറവിലിയായി തന്നവൻ യേശുക്രിസ്തു മാത്രമാണെങ്കിൽ ഞങ്ങൾ ലോകത്തോട് പറയും മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി യേശുക്രിസ്തുവിന്റെ നാമം മാത്രം. 4 ആത്മാവിനെ തൃക്കൈയിലേൽപ്പിച്ചു. 5 ശേഷിക്കുന്ന ഭൗതിക ശരീരം മന്ത്രിയായ യോസേപ്പിനും കൊടുത്തു. അപ്പോൾ അങ്ങനെ പരമദരിദ്രനായ ഒരുവനെയല്ല ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. അതിനൊരു മറുവശമുണ്ട്. സമ്പന്നനായിട്ടും ദരിദ്രനായവൻ. അവനെപ്പോലെ സമ്പന്നൻ ആരുമില്ല. അവനെപ്പോലെ ദരിദ്രനായി വന്നവൻ ആരുമില്ല. മറുവശം അവനെപ്പോലെ സമ്പന്നൻ ആരുമില്ല. അവൻ്റെ ശൂന്യതയെക്കുറിച്ച്, അവൻ ഒഴിച്ചു കളഞ്ഞതിനെക്കുറിച്ച്, അവൻ മാറ്റിവെച്ചതിനെക്കുറിച്ച്, അവൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അവൻ്റെ സമ്പന്നതയെക്കുറിച്ച് പറയാതിരുന്നാൽ അതൊരു കുറവാണ്. അവനെ പോലെ സമ്പന്നൻ ആരുണ്ട്? അവൻ്റെ സമ്പന്നത 50 കോടി ലക്ഷമല്ല. അവൻ്റെ സമ്പന്നത 50,000 ഏക്കറല്ല. അവൻ്റെ സമ്പന്നത 50,000 കിലോ സ്വർണമല്ല. അവൻ്റെ സമ്പന്നത എന്താണെന്നറിയാമോ? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലും അതിലെ നിവാസികളും ഇതിൻ്റെ ഉടമസ്ഥൻ അവനാ. ഹല്ലേലൂയ, ആമേൻ. ഭൂമിയെ നാസ്തിത്വത്തിൽ തൂക്കിയവൻ, ഭൂമിയെ 23 ഡിഗ്രി ചരിച്ചവൻ, അലർന്ന കടൽ അതിര് കടക്കാതെ പൊടിമണൽ കൊണ്ട് അതിന് നിയമിച്ചവൻ, സൂര്യചന്ദ്രി ഗോളങ്ങളെ നിർമ്മിച്ചവൻ, പൗലോസിന്റെയും പത്രോസിന്റെയും ഗുരു വഴികാട്ടിയായവൻ, ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഈ ചരാചര നിമിത്തമായ സകല പ്രപഞ്ചത്തെയും ഉളവാക്കിയ മഹാദൈവം പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയെ രക്ഷിപ്പ് ഈ ലോകത്തിൽ വന്നത് ഒരു ദരിദ്രനായി തന്നെത്താൻ ഒഴിച്ചവനായി. പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം യേശുക്രിസ്തുവിന്റെ ജനനമാ സഹൃദയരേ. പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഖുത്ബ് മീനാറല്ല, താജ്മഹലല്ല, നയഗ്ര വെള്ളച്ചാട്ടമല്ല, ഇവിടെ ഉദിച്ചുയർന്ന 21 നാഗരികതകളല്ല. പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം യേശുക്രിസ്തുവിന്റെ ജനനമാ. അതാണ് മാരാമണ്ണ പ്രസംഗിച്ചൊരു ശാസ്ത്രജ്ഞനെ പത്രക്കാർ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ പോയതല്ല കൂടപ്പുറപ്പുകളെ അത്ഭുതം, ഞാൻ അവിടെ ചെന്ന് കല്ലും മണ്ണും വാരി പരിശോധിച്ചതല്ല അത്ഭുതം, അവിടെ ചെന്നപ്പോൾ വലിയൊരു അത്ഭുതം എനിക്ക് പിടികിട്ടി. അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. എന്താ? ഇവിടെ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ കാണുന്ന ആ ചന്ദ്രനെയും, ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള ഈ ഭൂമിയെയും, ഭൂമിയേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെയും, സൂര്യനേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രജാലങ്ങളെയും, ചരാചര നിമിത്തമായ സകല പ്രപഞ്ചത്തെയും ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഉളവാക്കിയ പരമകാരുണികനും സൃഷ്ടാവും സർവശക്തനുമായ ദൈവം പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു മനുഷ്യനായി താണ് ലോകത്തിൽ ഇറങ്ങി വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, അത്ഭുതമാണ് യേശുക്രിസ്തു.
അതുകൊണ്ട് സുഹൃത്തെ, അവനെ ഒരു പ്രവാചകനായി മാത്രം, മധ്യസ്ഥനായി മാത്രം, കേവലം ഒരു മനുഷ്യനായി മാത്രം കാണല്ലേ. നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിന്റെ രക്ഷകനാണ് ക്രിസ്തു. നിന്റെ വിമോചനവും വീണ്ടെടുപ്പും പാപമോചനവും നിത്യജീവനുമല്ല ക്രിസ്തുവിലാണ്. അവന് വേണ്ടി ഹൃദയം തുറക്കാൻ ആരുണ്ട്? അവനെ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷകൻ നിന്റെ ചാരേ. ആരുടെ ഹൃദയം അവന് വേണ്ടി തുറക്കും? നിന്റെ വിമോചനത്തിന് വേണ്ടി നിനക്കായി വന്നവനാണ് ക്രിസ്തു. അവൻ സകല മനുഷ്യജാതിയുടെയും വിമോചകനാണ്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ അടുത്തതവൻ തന്നെത്താൻ ഒഴിക്കുക മാത്രമല്ല, വേഷത്തിൽ ആരായി? മനുഷ്യനായി വിളങ്ങി. വേഷത്തിൽ നല്ല പച്ച മനുഷ്യനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആരായിട്ടാ? എന്തുകൊണ്ടാണ് വേഷത്തിൽ മനുഷ്യനായിട്ട് മാറിയത്? മഹാദൈവം. പല മനുഷ്യരും ഇവിടെ, മനുഷ്യരൊക്കെ ദൈവങ്ങളാകാൻ ശ്രമിക്കും, അതിലേറെക്കുറെ ജയിച്ചു മനുഷ്യൻ. പക്ഷെ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മനുഷ്യനായി മാറിയ അത്ഭുതമായ യേശു ക്രിസ്തു. എന്തുകൊണ്ട് മഹാദൈവമായ ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി മാറിയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവിടുന്ന് വേഷത്തിൽ മനുഷ്യനായത് മരിക്കാനാണ്. എന്തിനാണ്? നമ്മളെല്ലാം ലോകത്തിൽ ജീവിച്ചത് ജനിക്കാനല്ലേ? അതുകൊണ്ടല്ലേ കോവിഡ് വാക്സിൻ 3 എടുത്തിന് 5 ഉണ്ടെങ്കിലും എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ചും വിരിച്ചിരിക്കുന്നത് അല്ലേ? നമ്മളെല്ലാം ലോകത്തിൽ ജനിച്ചത് ജീവിക്കാനാണ്. പക്ഷേ ലോകത്തിൽ മരിക്കാൻ ജനിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. വേഷത്തിൽ മനുഷ്യനായത് മരിക്കാനാണ്. അവിടെ ഞങ്ങളൊക്കെ ഈ പരസ്യോഗ പ്രഭാഷകരാണ്. അപ്പം ഞങ്ങളോട് ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമുണ്ട്. അറിവുള്ള ആളുകളെ, അവർ മര്യാദയുള്ള ആളുകൾ ചോദിക്കാറുണ്ട്, അതേ നിങ്ങൾ ഈ ആവേശത്തോട് പ്രസംഗിക്കുന്ന യേശുവിനല്ലേ, അത് യേശു ദൈവമാണോ? അപ്പം ഞങ്ങളുടെ മറുപടി യേശു ദൈവം തന്നെയാണ്. ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. അപ്പോൾ യേശു മരിച്ചില്ലേ? മരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ദൈവമാകുന്നത്? അതിൻ്റെ ഉത്തരമാണ് വേഷത്തിൽ അവൻ ആരായി? മനുഷ്യനായി. ദൈവമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മരിക്കാൻ പറ്റുമോ കാൽവറിയിൽ? ഇല്ല. വേഷത്തിൽ അവൻ ആരായി? മനുഷ്യനായി. അപ്പോൾ വേഷത്തിൽ മനുഷ്യനായപ്പോൾ മരിക്കാനുള്ള അവകാശം അവൻ നേടിയെന്നാണ്. ഇനി വേഷത്തിൽ മനുഷ്യനായതുകൊണ്ട് മരിക്കണമെന്നില്ല. അവിടെയും വിരോധാഭാസമുണ്ട്. പാപത്തിൻ്റെ കൂലിയാണ്, ശമ്പളമാണ് മരണം. അപ്പോൾ യേശു മരിച്ചത് പാപം ചെയ്തുകൊണ്ടാണോ? അല്ല. പാപിയായതുകൊണ്ടാണോ? അല്ല. യേശു പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അവൻ പരിശുദ്ധനാണ്. അതിൻ്റെ തെളിവ് അവനെ വിസ്തരിച്ച ഒറ്റ സിവിൽ മതക്കോടതികളിലെ ഒരു ന്യായാധിപന്മാർക്കും അവൻ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണരൂപം കാണണമെങ്കിൽ യേശുവിലേക്ക് നോക്കണം. 33.5 കൊല്ലം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് പാർത്തിട്ട് ആരോടും ക്ഷമ ചോദിക്കാത്ത ഒറ്റ മനുഷ്യൻ യേശു ക്രിസ്തു മാത്രമാണ്. മനസ്സിലായോ? പാപത്തിൻ്റെ, അശുദ്ധിയുടെ, അധികാരത്തിൻ്റെ, പണത്തിൻ്റെ കറ പറ്റാത്ത ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമസ്ഥനാ ക്രിസ്തു. അതുകൊണ്ട് തറപ്പിച്ച് പറയാം, പരിശുദ്ധനാണവൻ. അതുകൊണ്ട് രാജാറാം മോഹൻ റോയ് പോലും പറഞ്ഞത്, വെളിച്ചം പോലാണ് അവൻ പരിശുദ്ധൻ, കുഞ്ഞാട് പോലെ നിഷ്കളങ്കൻ, കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് മറ്റൊരാൾ പറഞ്ഞത്, വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഹൃദയരക്തം കൊണ്ടവൻ്റെ പാദം ഞാൻ കടുകുമായിരുന്നു. അവിടുന്ന് പരിശുദ്ധനാണ്. അപ്പോൾ പരിശുദ്ധനാണ്. പാപത്തിൻ്റെ കൂലിയാണ് മരണമെങ്കിൽ പരിശുദ്ധനായ ക്രിസ്തു മരിച്ചത് പാപം ചെയ്തുകൊണ്ടല്ല സുഹൃത്തേ. പരിശുദ്ധനായ ക്രിസ്തു മരിച്ചത് പാപിയായതുകൊണ്ടല്ല. അവൻ മരിച്ചത് എന്താ? ഗതസമനയിൽ 1 മിനിറ്റ് കൊണ്ട് ചെന്ന് ഞാൻ അവസാനിപ്പിക്കാം. അവൻ മരിച്ചത് എങ്ങനെ? ഗതസമനിലേക്ക് പോയി മാനവജാതിയുടെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി കാൽവറിയിൽ മരിക്കുന്നതിന് മുമ്പ് ഒലിവിൻ മലയിലെ ഗതസമന തോട്ടത്തിൽ യേശു പ്രാർത്ഥനയ്ക്ക് പോയി. ആ പ്രാർത്ഥനയെ മഹാനായ ഡോക്ടർ ലൂക്കോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, പിന്നെ അവൻ പ്രാണവേദനയില അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വിയർപ്പിന് പകരം രക്തത്തുള്ളി പോലെ പുറത്തേക്ക് വന്നു. എന്തുകൊണ്ട് ഗതസമനയിലെ പ്രാർത്ഥനയിൽ പ്രാണവേദനയില? എന്തുകൊണ്ട് ഗതസമനയിലെ പ്രാർത്ഥനയിൽ വിയർപ്പിന് പകരം രക്തം പുറത്തേക്ക് വന്ന? ഉത്തരം, യെശയ്യാവ് അവനെക്കുറിച്ച് പ്രവചിച്ചൊരു പ്രവചനം നിവർത്തിയായി. ആണ്ടുകൾക്കപ്പുറം യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി സകല മനുഷ്യജാതിയുടെയും ഘോര പാപം, അകൃത്യം തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിന്റെ മേൽ പിതാവ് ചുമത്തി. പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ പാപം ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ നിത്യമരണമാകുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് സകല മനുഷ്യന്റെ പാപവും അവൻ ഗതസമനയിൽ ഏറ്റെടുത്തു. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ സകല മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് 5 മതകോടതികളുടെ വിസ്താരത്തിന് ശേഷം പീലാത്തോസിന്റെ വിധി പ്രകാരം ഗവതകളുടെ കൽത്തലത്തിൽ അടിയേറ്റ് കാൽവറിയിലേക്ക് നടന്ന് അവൻ കാൽവറിയിൽ മരിച്ചു. ഗവത കൽത്തലത്തിൽ അവനെ അടിക്കുന്നു. ആ അടിയിൽ അവന്റെ ശരീരത്തേറ്റ മുറിവുകളുടെ എണ്ണം 5480 മുറിവാണ്. പുറത്ത് മാത്രം 150 പരം ആഴമുള്ള മുറിവാണ്. 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ടു. 17 വലിപ്പമുള്ള മുള്ളുകൾ
ആ മുൾക്കിരീടത്തിൽ നിന്നും അവൻ്റെ തലയിലേക്ക് ആഴ്ന്നിറങ്ങി 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് 350 പടയാളികളാലും 50 കുതിര പട്ടാളക്കാരാലും ചാട്ടവാറിന്റെ അടിയേറ്റ് പാലസ്തീന്റെ മണ്ണിളകിയ കുരിശിന്റെ പാതയിലൂടെ ഒരു തളിർക്കൊമ്പ് പോലും തണലില്ലാതെ വണ്ടി വലിക്കുന്ന പോലെ വെച്ചും വിറച്ചും വീണ്ടും എഴുന്നേറ്റും ക്രൂശ് വഹിച്ചവൻ ഗാഗുൽത്തയിലേക്ക് ചെന്നിട്ട് 2 പെരുങ്കള്ളന്മാർക്ക് നടുവിൽ 3 കരിമ്പാണിമേൽ 6.5 ലിറ്റർ രക്തം ശരീരത്തിൽ അവസാനത്തു ജനിച്ചവൻ സകല മനുഷ്യകുലത്തിന്റെയും പാപത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാൽവറിയിൽ മരിച്ചവനെ അടിച്ചിറക്കി ശിലകൾ പൊതിഞ്ഞ് കല്ലറയിൽ വെച്ചുവെങ്കിലും പൊളിക്കടോ മന്ദിരം 3 നാൾ കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവൻ 3-ാം ദിവസം മരണത്തെ ജയിച്ച് കല്ലറയുടെ വാതിലിനെ തകർത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ പ്രകൃതി ശക്തിക്ക് പങ്കില്ല, രാജാക്കന്മാർക്ക് പങ്കില്ല, മനുഷ്യന്റെ കരത്തിന് പങ്കില്ല. പിതാവിനെ ഉയർപ്പിച്ചു ബൈബിൾ, ആത്മാവിനെ ഉയർപ്പിച്ചു ബൈബിൾ, അവൻ ഉയർത്തു ബൈബിൾ. തൃത്വം അവന്റെ ഉയർപ്പിൽ ഒന്നിച്ച് സമ്മേളിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുകുലത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ചവൻ, മരണത്തെ ജയിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഹ്രസ്വമായ കാലം ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അനുഗമിക്കുന്ന വാത്സല്യനിധികളായ ജനകോടികളോടൊരു വാഗ്ദാനം മൊഴിഞ്ഞു. എന്നെ അനുഗമിക്കുന്ന എൻ്റെ വാത്സല്യ മക്കളെ, ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവാം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താൻ, നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും. ഇത് പറഞ്ഞിട്ട് നേരെ പോയത് സ്വർഗത്തിലോട്ടല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കർത്താവ് നേരെ പോയത് ക്രൂശിലോട്ടാണ്. അവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്താണ് സ്വർഗത്തിലേക്ക് പോയത്. അങ്ങനെയെങ്കിലേ സ്ഥലമൊരുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നേരെ പോയത് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്താണെങ്കിൽ സ്വർഗത്തിൽ അവൻ ഒരുക്കുന്ന നിത്യസ്ഥലത്ത് എത്തണമെങ്കിൽ ഒറ്റ വഴി, ക്രൂശിന്റെ ചുവട്ടിലോട്ട് വരണം. ക്രൂശിന്റെ ചുവട്ടിലോട്ട് വരണം. ക്രൂശിക്കപ്പെട്ടവന്റെ അടുക്കലേക്ക് വരണം. അവനെ രക്ഷകനായി സ്വീകരിക്കണം. മരണം സത്യമാണ്, നരകം സത്യമാണ്, മരണാനന്തര ജീവിതം സത്യമാണ്. മനുഷ്യ, നീ മുഴുലോകവും നേടിയോൽ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയോൽ നിനക്ക് എന്താ പ്രയോജനം? പണം നല്ലതാ, പവർ നല്ലതാ, ബിരുദങ്ങളുടെ കൂമ്പാരം നല്ലതാ, സ്വാധീനം നല്ലതാ, അതൊക്കെ എവിടെ വരെ ഉണ്ടെന്നറിയാമോ? ഈ മണ്ണ് കൊണ്ട് അസ്തമിക്കുമ്പോൾ, മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. മറക്കല്ലേ, മരണശേഷം ഒരു ലോകത്തേക്കാൾ വിലയേറിയ നിന്റെ ആത്മാവ് കർത്താവ് ഒരുക്കുന്ന ആ നിത്യസ്ഥലത്തെത്തണമെങ്കിൽ നിന്റെ പാപനിമിത്തം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, അവന് വേണ്ടി ഹൃദയം കൊടുത്താൽ നിനക്ക് കിട്ടാൻ പോകുന്ന നേട്ടം മുഴു ലോകത്തേക്കാൾ വിലയേറിയ നിന്റെ ആത്മാവ് നിത്യതയ്ക്ക് അവകാശിയാകും. ആ ഭാഗ്യം ലഭിച്ചു ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്ഥലമൊരുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയി, വർഷം 2000 കഴിഞ്ഞ് ഇതുവരെ വന്നില്ല, വരാതിരിക്കത്തില്ല. പോസ്റ്റ് പറയാൻ അവൻ മനുഷ്യനല്ല കേട്ടോ. ഈ ലോകത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചെങ്കിൽ, മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പോയെങ്കിൽ, പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞിട്ട് തന്നെങ്കിൽ, കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ പാപം കൂടാതെ വീണ്ടും വരുമെന്ന വാഗ്ദാനം നിവർത്തിയാകാതിരിക്കത്തില്ല. ഹല്ലേലൂയ. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുവം അതിൻ്റെ പരിസമാപ്തി ദിശയിൽ, ദിവസങ്ങൾ അതിൻ്റെ കടസ്യ ദിനങ്ങളിൽ, പ്രവചനങ്ങളെല്ലാം നിവർത്തി പദത്തിൽ സംഭവിക്കാൻ ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. ഈ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പടുകൂറ്റൻ സംഭവം അടുത്ത ഏത് നിമിഷവും സംഭവിക്കും. അത് അടുത്ത കോവിഡിൻ്റെ വ്യാപനമല്ല, അടുത്ത പ്രകൃതിയുടെ ദുരന്തമല്ല, അടുത്ത വരാൻ പോകുന്ന യുദ്ധങ്ങളിലൊന്നല്ല, അത് നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവാണ്. 2 കാര്യം സംഭവിക്കും മിത്രമേ, ഒന്നെങ്കിൽ നാം മരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. ഇതിൽ രണ്ടിലേതാദ്യം സംഭവിച്ചാലും ഒരു ലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവ് അകത്തുണ്ട്, അത് നഷ്ടപ്പെടരുത് കേട്ടോ. അത് നിത്യതയിലെത്തണം. ഇന്ന് രാത്രി കർത്താവ് ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ തന്റെ മക്കളെ ചേർക്കാൻ സ്വർഗത്തിൽ നിന്നും മേഘാരൂഢനായി പുനരാഗമിച്ചാൽ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരാളായി ഞാനും ഉണ്ടാകുമെന്ന് പ്രാഗൽഭ്യമുള്ളവർ മാത്രം കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആ പ്രാഗൽഭ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാണ് രക്ഷാദിവസം, ഇതാണ് സുപ്രസാദകാലം, ഇതാ രക്ഷകൻ നിന്റെ ജാരേ. നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക, ആത്മാവത ദാനം പ്രാപിക്കുക, വേദപുസ്തകത്തിന്റെ ഉപദേശ സത്യമനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുക. അവൻ സ്ഥാപിക്കുന്ന രാജ്യത്തിൽ നിനക്കും പ്രവേശിപ്പാൻ സാവകാശമുണ്ട്. ആ പദവിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മരണം നിങ്ങളെ ഗ്രസിക്കും മുമ്പ് രക്ഷയുടെ കവാടം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. ആത്മാവിൻ്റെ നിത്യത ഇന്ന് രാത്രി ഉറപ്പുവരുത്തുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അവനാണ് ഏക രക്ഷകൻ.